ഗണപതയേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ബർഹാപീഡം നരവരവപു കർണയോഃ കർണികാരം ബിഭ്രദ്വാസഃ കനകകപിശം വൈജയന്തീം ച മാലാം. രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈഃ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശത് ഗീതകീർത്തിഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവതം കലിയുഗത്തിലെ ഏക ഔഷധമാണെന്നാണ്. നമുക്ക് അറിയേണ്ടതായ സർവ വിഷയങ്ങളെയും ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ സാരസംക്ഷിപ്തമായി അവതരിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാം അനുഗ്രഹിക്കുന്നതിനായിട്ടാണ് ശ്രീമദ് ഭാഗവതം ഭഗവാൻ നമുക്ക് നൽകിയത്. ഈ ദ്വാരക നശിച്ച് തൻ്റെ അവതാരകൃത്യങ്ങളെല്ലാം പൂർണ്ണമാക്കി ഭഗവാൻ തിരിച്ചു പോകുന്ന അവസരത്തിൽ അവിടുന്ന് ഞങ്ങളെ വിട്ടുപോയാൽ ഇനി ഈ ലോകത്തിലെ ധർമ്മത്തിന് അതാണ് ആധാരം എന്ന് ഭക്തന്മാരും ഭക്തന്മാർക്കായി ഉദ്ധവനും വിലപിച്ച സമയത്ത് ഭഗവാന് തോന്നി, എന്താണ് ഒരു വഴി? ഞാൻ എൻ്റെ ഈ ചിത്സ്വരൂപമായിരിക്കുന്ന ഈ ഭാവത്തെ ഉപസംഹരിച്ചാലും ലോകത്ത് ധാർമ്മികരായ മനുഷ്യർക്ക് മുന്നോട്ട് പോകുന്നതിന് എന്താണൊരു വഴി എന്ന് അവിടുന്ന് തന്നെ ആലോചിച്ച് ശ്രീകൃഷ്ണനാകുന്ന ആ പൂർണ്ണചന്ദ്രൻ ഭാഗവതമാകുന്ന സമുദ്രത്തിലേക്ക് സ്വന്തം ശരീരത്തെ ലയിപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം ഒരു പുസ്തകം മാത്രമല്ല, ശ്രീമദ് ഭാഗവതം ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ പ്രത്യക്ഷമൂർത്തിയാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഭഗവാനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഭാഗവതം കണ്ടിട്ടുണ്ടെങ്കിൽ ഭഗവാനെ കണ്ടിട്ടുണ്ട് എന്നാണ്. ശ്രീമദ് ഭാഗവതത്തിലെ ഓരോരോ സ്കന്ധവും ഭഗവാന്റെ തിരുസ്വരൂപമായിട്ടാണ് അറിയപ്പെടുന്നത്. അതിൽ ആറാമത്തെ സ്കന്ധം ഹൃദയം ഷഷ്ടൈരിതഃ. ആറാമത്തെ സ്കന്ധം ശ്രീ ഭഗവാന്റെ ഹൃദയമാണ് എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്കന്ധമാണ് ആറാമത്തത്. പല വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും 5 കഥകളാണ് ആറാം സ്കന്ധത്തിൻ്റെ സാരം. ഒന്നാമത് അജാമിളോപാഖ്യാനം, രണ്ടാമതായിട്ട് ദക്ഷവംശ വിവരണം, മൂന്നാമതായിട്ട് വിശ്വരൂപചരിതം, നാലാമതായിട്ട് വൃത്രാസുരചരിതം, അഞ്ചാമതായിട്ട് മരുദ്ദേവ കഥ. ഈ 5 വിഷയങ്ങളാണ് ഭഗവാന്റെ ഹൃദയം എന്നാണ്. ഇതെങ്ങനെയാണ് ഭഗവാന്റെ ഹൃദയമായിട്ട് തീരുക? എങ്ങനെയാണ് ഷഷ്ഠസ്കന്ധം ഭഗവാന്റെ ഹൃദയമാണ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ,
എന്താണ് ഈ ആറാം സ്കന്ധത്തിലെ വിഷയം? പറയാണ്, പോഷണമാണ് വിഷയം. ഓരോരോ സ്കന്ധങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ആറാം സ്കന്ധം പോഷണം എന്ന വിഷയമാണ് ആറാം സ്കന്ധത്തിലൂടെ നമുക്ക് വെളിവാക്കി തരുന്നത്. എന്താണ് ഈ പോഷണം? എന്താ പോഷിപ്പിക്കുക ചർത്ഥം? പുഷ്ടിപ്പെടുത്തുക അല്ലേ? നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുക വെച്ചാൽ ഇതിനെ നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുക. അപ്പോൾ പുഷ്ടിപ്പെടുത്തലാണ് ഈ ആറാമത്തെ സ്കന്ധത്തിൻ്റെ വിഷയം. എന്തിനെ പുഷ്ടിപ്പെടുത്തണു? പറയാണ്, പല തലങ്ങളിലായിട്ട്. ഒരു തലത്തിൽ പ്രപഞ്ചത്തിൻ്റെ വികാസം. നമ്മൾ ദക്ഷവംശവലി ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ എങ്ങനെയാണ് പ്രപഞ്ചം വികസിച്ചത്? ഈ പ്രപഞ്ചത്തിൻ്റെ വികാസമാണ് ഒന്നാമത്തെ പോഷണം. രണ്ടാമത്തത് ഒന്ന് പ്രപഞ്ചത്തിൻ്റെ പോഷണം. രണ്ടാമത് ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ സുഖമായിട്ട് ഉറങ്ങുകയാണ്. സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് എന്താ അറിവ്? അല്ലേ? ഒരു അറിവുമില്ല. ഞാൻ സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്നുള്ള അറിവാണല്ലേ. അതിൽ നിന്ന് നമ്മൾ സ്വപ്നത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ മനസ്സിൻ്റെ കാര്യങ്ങളെയൊക്കെ നമ്മൾ അറിയും. അവിടെ നിന്ന് നമ്മൾ ഉറക്കം ഇടിക്കുമ്പോൾ ജാഗ്രതയിലേക്ക് വരുമ്പോഴോ നമ്മുടെ ശരീരാദി എല്ലാത്തിലും നമുക്ക് ഞാനെന്ന ഭാവം വരും. അപ്പോൾ നമ്മുടെ കാരണശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തിലേക്കും സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് സ്ഥൂല ശരീരത്തേക്കുള്ള വികാസം, ഇതും എന്തു തന്നെയാണ്? ഇതും പോഷണമാണ്. ഇതാണ് ഇന്ദ്രചരിതം. ഇന്ദ്രൻ ആരാണ്? ഇതന്ദ്ര. ഈ ഈ ശരീരമനോബുദ്ധികളിൽ വ്യാപിച്ചു നിൽക്കുന്നതായ അഹംബോധം, അതിൻ്റെ വികാസത്തെ അതും ഇവിടെ പറയുന്നത് കൊണ്ട് രണ്ടാമത്തെ വിഷയം എന്താണ്? പോഷണം. പോഷണം വെച്ചാൽ വികാസം. എന്തിൻ്റെ വികാസം? അഹംബുദ്ധിയുടെ വികാസം. അതാണ് ഇന്ദ്രചരിതത്തിലൂടെ പറയുന്നത്. ഇനി മൂന്നാമത്തെ വിഷയമാണ് ശരിയായ പോഷണം. എന്താ പോഷണം? പോഷണം തത് അനുഗ്രഹ. എന്താ ഈ പോഷണം വെച്ചാൽ അർത്ഥം? ഭഗവാന്റെ അനുഗ്രഹമാണ് പോഷണം. പോഷണം തത് പരമാത്മനഃ അനുഗ്രഹ. ഭഗവാന്റെ അനുഗ്രഹമാണ് പോഷണം. എന്താ ഈ ഭഗവാന്റെ അനുഗ്രഹം വെച്ചാൽ അർത്ഥം? ഭഗവാന്റെ അനുഗ്രഹം വെച്ചാൽ ഭഗവാന്റെ കൃപ. ഈ കൃപയ്ക്ക് രണ്ട് ഭാവങ്ങളുണ്ട്. സാമാന്യമായിട്ടുള്ള കൃപയും വിശേഷമായിട്ടുള്ള കൃപയും. എന്താ സാമാന്യമായ കൃപ എന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഈ ലോകത്ത് ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, വായുവുണ്ട്, ഭൂമിയുണ്ട് ജീവിക്കാൻ. ഇതൊക്കെ വെറുതെ കിട്ടുന്നതല്ല. ഈ ലോകത്തിലെല്ലാം എന്തൊക്കെ ഈ ലോകത്തുണ്ടോ അതെല്ലാം ഭഗവാന്റെ കൃപയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ളതായ സകലതും ഈശ്വര കൃപ തന്നെയാണ്. അപ്പോൾ അത് സാമാന്യ കൃപ. ഇനി എന്താ വിശേഷ കൃപ? വിശേഷ കൃപ എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. എന്താ പോഷണം? അനുഗ്രഹമാണ്. എന്താ അനുഗ്രഹം വെച്ചാൽ? ഗ്രഹ എന്ന് വെച്ചാൽ ഗൃഹാതി, സേവിക്കുക, ആശ്രയിക്കുക. ആരാണോ ശ്രീ ഭഗവാനെ ആശ്രയിക്കുന്നത് അവരെ സ്വീകരിക്കുക. നമ്മൾ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മൾ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ഭഗവാന് നമ്മളെ സ്വീകരിക്കാൻ തോന്നണം, വേണ്ടേ? നമ്മളൊരാളെ ആശ്രയിച്ചു വെച്ചിട്ട് കാര്യമായില്ല. നമ്മൾ ആരെ ആശ്രയിക്കുന്നുവോ അവർക്ക് നമ്മളെ സ്വീകരിക്കാൻ തോന്നണം. ആരാണോ ശ്രീ ഭഗവാനെ ആശ്രയിക്കുന്നത് അവരെ അവിടുന്ന് സ്വീകരിക്കുന്നു എന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം. അല്ലേ? ഉപനിഷത്തിൽ നമ്മൾ കേൾക്കും, ഈ ആത്മാവിനെ അറിയാൻ എന്താ വഴി? യമേവ ഏഷ വൃണുതേ തേന ലഭ്യ. ആരാണോ ബാക്കി എല്ലാത്തിനെയും വിട്ടുകൊണ്ട് നമുക്ക് ആശ്രയമായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാനിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒന്നിനും നമുക്ക് ആശ്രയമില്ല എന്ന് മനസ്സിലാക്കി ആരാണോ ഭഗവാനെ ആശ്രയിക്കുന്നത്, യമേവ ഏഷ വൃണുതേ തസ്യൈഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. ആരാണോ ശ്രീ ഭഗവാനെ ശരീരമാനോവാക്കരണങ്ങളെ കൊണ്ട് ആശ്രയിക്കുന്നത് അവർക്ക് ശ്രീ ഭഗവാൻ താൻ ആരാണ് എന്ന് വെളിവാക്കി കൊടുക്കുന്നതാണ്. ആരാണ് ഭഗവാൻ?
നമ്മുടെ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും അറിയാൻ പറ്റുന്നൊരു തത്വമല്ല. എങ്കിലും അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക് ആരാണ് ഞാൻ എന്ന് ഭഗവാൻ സ്വയം വെളിവാക്കി കൊടുക്കും. അതാണ് അനുഗ്രഹം. ആരാണോ ഭഗവാനെ ഗൃഹാതി, ആരാണോ ഭഗവാനെ ആശ്രയിക്കുന്നത്, അവർക്ക് ഭഗവാൻ സ്വസ്വരൂപത്തെ വെളിവാക്കുന്നത് കൊണ്ട് ഭഗവാൻ, അതാണ് അനുഗ്രഹം. ഇത് വിശേഷ അനുഗ്രഹം. ഇത് മാത്രമല്ല, ഇനി എന്താ വിശേഷമായിട്ട് അനുഗ്രഹം? ഇനി ഭഗവാന്റെ ഏറ്റവും വിശേഷമായിട്ടുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്, പറയും ശാസ്ത്രം, ദുർലഭം ത്രയമേവൈതത് ദൈവാനുഗ്രഹഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ. ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? മനുഷ്യനായി പിറക്കുക. നമുക്ക് മനുഷ്യനായി പിറക്കാൻ സാധിച്ചത് തന്നെ വലിയ അനുഗ്രഹം. എന്തുകൊണ്ട്? വല്ല പാമ്പോ പൂച്ചയോ പട്ടിയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇതുപോലെ ഇവിടെ വന്നിരുന്ന് നമുക്ക് കേൾക്കാൻ പറ്റുമോ? അല്ലേ? എപ്പോഴും ഇന്ദ്രിയങ്ങളെ, ശരീരത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാനേ അവർക്ക് സാധിക്കുള്ളൂ. അപ്പോൾ മനുഷ്യനായി പറക്കുമ്പോൾ മാത്രമേ ഈ ശരീരത്തിനും അപ്പുറം എന്തെങ്കിലും ഉണ്ടോ, മനസ്സിനും അപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മനുഷ്യനായി പിറക്കുന്നത് തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇനി എത്രയോ ആളുകൾ മനുഷ്യരായി പറക്കുന്നുണ്ട്, പക്ഷേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള വിധത്തിലാണ്, അല്ലേ? മനുഷ്യനായി പിറന്നു, പക്ഷെ മനുഷ്യജന്മം കൊണ്ടുണ്ടാകേണ്ടതായ ഒരു ഗുണങ്ങളും ഉണ്ടാവുന്നില്ല. മനസ്സിൽ വിവേകമുണ്ടാകുന്നില്ല, വൈരാഗ്യമുണ്ടാകുന്നില്ല, ഈശ്വരനോട് ഭക്തി ഉണ്ടാവുന്നില്ല. എങ്കിൽ പിന്നെ ആ മനുഷ്യജന്മം കൊണ്ടെന്താ കാര്യമില്ല. അപ്പോൾ ഭഗവാന്റെ രണ്ടാമത്തെ അനുഗ്രഹം എന്താണ്? മനുഷ്യനായി പിറന്നതൊരനുഗ്രഹം. അതിലും വലിയ അനുഗ്രഹമാണ് നമുക്ക് മോക്ഷം നേടാൻ സാധിക്കണം. ഈ ജനനമരണ രൂപമായിരിക്കുന്ന സംസാരത്തിൽ നിന്ന് ഒരു രക്ഷയുണ്ടാകണം എന്നുള്ള ആഗ്രഹം, അതാണ് മുമുക്ഷുത്വം. ഇനി എത്രയോ പേർക്ക് എങ്ങനെയെങ്കിലും ഈ സംസാരത്തിൽ നിന്ന് രക്ഷ കിട്ടിയാൽ മതി, സകല ദുഃഖങ്ങളിൽ നിന്നും ഒരു മോചനമുണ്ടായാൽ മതി എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അവർ വന്ന് ചെന്ന് ചാടുന്നത് ഏതോ പടുകുഴികളിലായിരിക്കും. അന്ധേനൈവ നീയമാനായ ധാന്താഹ, കുരുടന്മാർ വഴികാട്ടുന്നത് പോലെ കുരുടന്മാരായ ആളുകളുടെ പിന്നാലെ പോയി എവിടെയെല്ലാമോ പതിച്ച് നശിച്ചു പോകുന്നതായ ജനതതിയാണ് കൂടുതലും. മഹാപുരുഷ സംശ്രയ, മനുഷ്യനായി ജനിച്ചു, മോക്ഷമുണ്ടാകണമെന്ന ആഗ്രഹമുണ്ടായി, മാത്രം പോരാ, മഹാപുരുഷന്മാരെ, ശ്രീ ഭഗവാനെ അറിഞ്ഞവരായിരിക്കുന്ന മഹാത്മാക്കളെ കാണുവാനും ഈ സനാതനധർമ്മത്തിലെ ഈ വിശാലമായിരിക്കുന്ന വീഥികളിലൂടെ നടക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം, അത് ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നാണ്. അപ്പോൾ ഇതാണ് ഈ സ്കന്ധത്തിൻ്റെ വിഷയം. എന്താ വിഷയം? പോഷണം, പോഷിപ്പിക്കുക. എങ്ങനെ പോഷിപ്പിക്കുക? അനുഗ്രഹം. ഭഗവാന്റെ അനുഗ്രഹത്തെ നമുക്ക് നൽകി നമ്മളുടെ ജീവിതത്തെ സഫലമാക്കി തീർക്കുക എന്നതാണ് ഈ സ്കന്ധ വിഷയം. പറഞ്ഞു, അതിൽ 5 പ്രധാന ഭാഗങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ഭാഗം വളരെ പ്രസിദ്ധമായ ഭാഗമാണ്. അതാണ് അജാമിളോപാഖ്യാനം. അജാമിളൻ്റെ കഥ. അജാമിളൻ്റെ കഥ സാമാന്യമായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മളോട് പറയാറുണ്ട്, എന്താ അജാമിളനെ പോലെ അവസാന സമയം നാരായണ എന്ന് ജപിച്ചാൽ നമുക്ക് മോക്ഷം കിട്ടുമെന്ന്, അല്ലേ? എന്ത് ചെയ്താൽ മതി? അവസാനം ഭഗവാനെ ജപിച്ചാൽ മതി, അപ്പം എല്ലാം ആയിന്ന്. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അജാമിളൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നാരായണ എന്ന് വിളിച്ചു, ഉടനെ അജാമിളൻ സ്വർഗത്തേക്ക് പോയി. ഇതാണ് സാധാരണയായിട്ട് നമ്മൾ കേൾക്കുന്ന കഥ. അതല്ല അജാമിള ഉപാഖ്യാനം. ഒരു ഉപാഖ്യാനമാണ്, എന്നുവെച്ചാൽ ഒരു കഥയാണ്. നടന്നതാണോ അറിയില്ല, പക്ഷേ ഒരു കാര്യം നമുക്ക് വെളിവാക്കി തരുന്നതിനു വേണ്ടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു വിശേഷമാണെന്ത്? അജാമിള ഉപാഖ്യാനം. എന്താണ് അജാമിള ഉപാഖ്യാനം? നമുക്ക് ശ്രദ്ധിക്കാം. 6-ാം സ്കന്ധമാണ് തുടങ്ങുന്നത്. 6-ാം സ്കന്ധത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും അധ്യായങ്ങളിലാണ് അജാമിള ഉപാഖ്യാനം. പരീക്ഷിത്തും ഭഗവാൻ ശുഖബ്രഹ്മർഷിയും തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ പരീക്ഷിത്ത് ശുഖബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്, ഭഗവാനെ, അങ്ങ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു,
5-ാം സ്കന്ധം വരയ്ക്ക് ഒരുപാട് വിഷയങ്ങളെ അങ്ങ് പറഞ്ഞു തന്നു. ഈ 5-ാം സ്കന്ധത്തിൻ്റെ അവസാനത്തിൽ നരകവർണ്ണനയാണ്. 28 തരത്തിലുള്ളതായ നരകങ്ങളെ, ഈ നരകങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ജീവന്മാർക്ക് അനുഭവിക്കേണ്ടതായ യാതനകൾ, ചിലയിടത്ത് വറക്കണു, ചിലയിടത്ത് വെട്ടണു, ചിലയിടത്ത് കുത്തണു, അല്ലേ? ചിലയിടത്ത് അസിപത്രവനം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കാട്ടിലൂടെ നമുക്ക് ഓടണം. അത് നിറയൊരു പുൽക്കാടാണ്. അവിടെ അതിൽ ഓരോ ഇലയും ഓരോ പുല്ലും എങ്ങനെയുള്ളതാണ്? വാളുപോലെ മൂർച്ചയുള്ളതാണ്. ഈ മൂർച്ചയുള്ളതായ ഈ കാട്ടിലൂടെ നമുക്ക് ഓടണം. നമ്മുടെ യാതനാശരീരം വലുതായി ദുഃഖിക്കപ്പെടും. ഇങ്ങനെയുള്ളതായിട്ടുള്ള കേട്ടാലേ പേടി വരുന്നതായിരിക്കുന്ന നരകവർണ്ണനകൾ, ആ നരകവർണ്ണനകളൊക്കെ കേട്ടു. ഇതൊക്കെ കേട്ടപ്പോഴേ പരീക്ഷത്തിന് തോന്നി, ഭഗവാനെ, ഈ നരകത്തിലൊന്നും പോവാതിരിക്കാൻ എന്താ വഴി? നരകത്തിൽ പോവാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ശരി, അങ്ങ് നരകത്തെക്കുറിച്ച് പറഞ്ഞു, അത് കൊള്ളാം. പക്ഷേ അതിലും പ്രധാനമായിട്ടുള്ള കാര്യം എന്താ? എങ്ങനെയാണ് നരകത്തിൽ പോവാതിരിക്കുക, അല്ലേ? നരകത്തിൽ പോവാതിരിക്കാൻ എന്താ വഴി എന്നുള്ളതാണ് കാര്യം. അധുനേഹ മഹാഭാഗ യദൈവ നരകാന്നരഃ നാനോഗ്രയാതനാന്യേയാ തന്മേ വ്യാഖ്യാതുമർഹസി. ഭഗവാനെ, നരകത്തെക്കുറിച്ച് പറഞ്ഞു, പക്ഷെ ഇനി എനിക്ക് എന്താ അറിയേണ്ടത്? എങ്ങനെയാണ് നരകത്തിൽ പതിക്കാതിരിക്കാൻ എന്താ ഒരു വഴി? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നരകത്തിൽ പോവാതിരിക്കാൻ എന്താ വഴി? അത് പാപം ചെയ്യാതിരിക്കുക. അയ്യോ, പാപം ചെയ്യാതെ ഈ ലോകത്ത് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? എന്തെല്ലാം പാപങ്ങൾ അറിഞ്ഞു അറിയാതെയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പാപം ചെയ്യാതെ ജീവിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യുക? പാപത്തിന് പ്രായശ്ചിത്തങ്ങളെ ചെയ്യണം. നമ്മുടെ ശരീരം തസ്മാത് പുരൈവാസ്യ പാപനിഷ്കൃതൗ യതേത മൃത്യോ അവിദ്യതാത്മന ദോഷസ്യ ദൃഷ്ട്വാ ഗുരുലാഘവം യഥാഭിഷക് ചികിത്സേന രുചാം നിദാനവിത്. എപ്രകാരമാണോ നമ്മുടെ ശരീരത്തിലൊരു അസുഖം ഉണ്ടായാൽ ആ അസുഖത്തെ മാറ്റാൻ വേണ്ടി നമ്മൾ ഔഷധങ്ങളെ സ്വീകരിക്കുന്നത്, അതുമാതിരി എന്തു ചെയ്യണം? മരണത്തിനു മുമ്പായിട്ട് നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടായി വാർദ്ധക്യമുണ്ടാകുന്നതിന് മുമ്പ് അറിഞ്ഞോ അറിയാതെയോ ചെയ്തതായ സമസ്ത പാപങ്ങളെയും ഇല്ലാതാക്കാൻ പ്രായശ്ചിത്തങ്ങളെ ചെയ്യണം. പാപങ്ങൾ 2 വിധത്തിലാണ്. ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ പാപം, ചെയ്യരുതാത്തത് ചെയ്താലും പാപം. അങ്ങനെയുള്ളതായ 2 വിധത്തിലുള്ളതായ പാപങ്ങൾ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നുണ്ട്. എന്തെല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ചെയ്യാറില്ല. ചെയ്യേണ്ടത് ചെയ്യാറില്ല, ചെയ്യരുതാത്തത് ചെയ്യാറുമുണ്ട്. അങ്ങനെ പാപം നമ്മളെ നരകത്തിൽ പതിപ്പിക്കുന്നതായ കൃത്യങ്ങളെ അറിഞ്ഞും അറിയാതെയും നമ്മൾ പല വിധത്തിലും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭഗവാനെ, എന്താ അതിനൊരു വഴി പ്രായശ്ചിത്തങ്ങളാണ്. നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന പാപകൃത്യങ്ങൾക്ക് കൃച്ഛചാന്ദ്രായണം മുതലായിട്ടുള്ള പ്രായശ്ചിത്തങ്ങളെ ശാസ്ത്രം വിധിക്കുന്നുണ്ട്. ഈ പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ പാപമില്ലാതിരിക്കും. അങ്ങനെ പാപമില്ലാതായാൽ നമുക്ക് നരകത്തിൽ പതിക്കേണ്ടതായി വരില്ല. ഇതൊക്കെ സുഖബ്രഹ്മർഷി ഉപദേശിച്ചു കൊടുത്തു. അത് ഉപദേശിച്ചു കൊടുത്തപ്പോഴേ രാജാവ് പരീക്ഷിത്ത് പറഞ്ഞു, അങ്ങ് പറഞ്ഞതൊക്കെ വലിയ കാര്യമാണ്, പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നം? ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് പാപമാണെന്ന് പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. പലപ്പോഴും നമ്മൾ കുട്ടിക്കാലം മുതലേ ജീവിക്കണു, അല്ലേ? മത്സ്യമാംസാദികളെയൊക്കെ കഴിച്ചുകൊണ്ടാണ് കുട്ടിക്കാലം മുതലേ പലരും ജീവിച്ചു വരുന്നത്. അപ്പോൾ ഈ മത്സ്യമാംസാദികൾ കഴിക്കുന്നത് പാപമാണെന്ന് പോലും അറിഞ്ഞുകൂടാ. അറിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പാപമാണെന്ന് അറിയാതെയും നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്, പാപമാണ് എന്നറിയാം, പക്ഷേ നമുക്കത് വിട്ടുവരാൻ പറ്റില്ല. പാപമാണെന്നറിഞ്ഞാലും പലപ്പോഴും നമുക്കതിനെ ഉപേക്ഷിക്കാൻ സാധിക്കാറില്ല. പ്രായശ്ചിത്താദികളെ ഒന്നും ചെയ്യാനും സാധിക്കില്ല. ഇനി പാപമാണെന്നറിയാം, പ്രായശ്ചിത്താദികളൊക്കെ ചെയ്തു ചോട്ടെ, പക്ഷേ പറയാണ് കുഞ്ചര ശൗചവത്ത്, ഒരു ആനയെ നമ്മൾ നന്നായി കുളിപ്പിച്ചൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആന
വീണ്ടും അടുത്തുള്ള മണലൊക്കെ പിടിച്ച് മണ്ണ് തന്നെ മേത്തിടുന്നത് മാതിരി നമ്മൾ പ്രായശ്ചിത്തമൊക്കെ ചെയ്തു, ഗംഗയിലൊക്കെ പോയി കുളിച്ചു, തർപ്പണം ചെയ്തു, ഹിരണ്യഗർഭം മുതലായിട്ടുള്ളതെല്ലാം ചെയ്തു, എല്ലാ പ്രായശ്ചിത്തങ്ങളും ചെയ്താലും വീണ്ടും എന്തു ചെയ്യും? നമ്മുടെ മനസ്സ് വീണ്ടും പാപകൃത്യങ്ങളെ ചെയ്യും. പിന്നെ ഈ പ്രായശ്ചിത്തം കൊണ്ട് എന്താ ഗുണം? അതുകൊണ്ട് ഭഗവാനെ, എന്താണ് ഈ പാപങ്ങളെ ആത്യന്തികമായി ഇല്ലാതാക്കാൻ എന്താ വഴി? പാപങ്ങളെ പ്രായശ്ചിത്തം കൊണ്ട് സാമാന്യമായിട്ട് എന്തു ചെയ്യാം? മാറ്റാം. നമ്മുടെ ശരീരം നമ്മൾ വളരെ പുറത്തൊക്കെ പോയി വളരെ ക്ഷീണിച്ചു, അല്ലെങ്കിൽ വളരെ അഴുക്കായി, കുളിച്ചു. അപ്പോൾ കുളി കൊണ്ട് എന്ത് ചെയ്തു? നമ്മുടെ ശരീരം ശുദ്ധമായി. എത്ര നേരത്തേക്ക്? ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും വിറക്കുകയായി ശരീരം വീണ്ടും, അല്ലേ? അതുമാതിരി ഈ ലോകത്ത് പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് മാത്രമായില്ല. എന്തു ചെയ്യണം? ആത്യന്തികമായിട്ട് പാപത്തെ ഇല്ലാതാക്കാൻ എന്താണ് വഴി? പറയാണ്, പ്രായശ്ചിത്താ തമോപാർത്ഥം മന്യേ കുഞ്ചര ശൗചവത്. അതുകൊണ്ട് ഭഗവാനെ, എങ്ങനെയാണ് നമുക്ക് സമ്പൂർണമായി പാപത്തെ ഇല്ലാതാക്കാൻ പറ്റുക? അപ്പോഴേ ഭഗവാൻ പറയാണ്, അതിനൊരു വഴിയേ ഉള്ളൂ കൂട്ട. എന്താ വഴി? പ്രായശ്ചിത്തം വിമർശനം. നോക്കൂ, എല്ലാ പാപങ്ങളും എന്തുകൊണ്ടാണ് ഉണ്ടാവണത്? നമ്മൾ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പാപം ചെയ്യുന്നത് ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ മനസ്സാണ്, ഞാൻ ഈ ബുദ്ധിയാണ്, ഞാനൊരു ജീവനാണ് എന്ന അജ്ഞാനം കാരണം കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്, അജ്ഞാനം കൊണ്ടാണ് നാം പാപം ചെയ്യുന്നത്. അപ്പോൾ പാപത്തെ ഇല്ലാതാക്കാൻ, ആത്യന്തികമായി പാപത്തെ ഇല്ലാതാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അതെന്താണ്? അജ്ഞാനത്തെ ഇല്ലാണ്ടാക്കുക. നമുക്ക് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന വന്നു, അല്ലെങ്കിൽ ഇടയ്ക്കൊരു പനി വന്നു. ഇതൊക്കെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളെ നമുക്കൊരു പാരസെറ്റമോൾ കഴിച്ചാൽ ഇല്ലാണ്ടാക്കാം. പക്ഷേ വീണ്ടും 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 തലവേദന വരുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? പോയിട്ട് നോക്കണം എന്താണ് ശരിയായിട്ടുള്ള കാര്യം. വെറുതെ വല്ലപ്പോഴൊക്കെ ഒരു തലവേദന വന്നു, നമ്മളൊരു പാരസെറ്റമോൾ കഴിച്ചു, എന്നുകൊണ്ടായില്ല. വീണ്ടും വീണ്ടും തലവേദന വരികയാണെങ്കിൽ പോയി നോക്കണം എന്താണ്, അല്ലേ? അതിൻ്റെ ഹേതു എന്താണ്, കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്കതിനെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അതുമാതിരി നമ്മൾ വീണ്ടും 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 നമ്മൾ പാപം ചെയ്യണു, പ്രായശ്ചിത്തം ചെയ്യണു, വീണ്ടും പാപം ചെയ്യണു, വീണ്ടും പ്രായശ്ചിത്തം ചെയ്യണു. ഇതുകൊണ്ട് എന്താ ഫലം? ഇതില്ലാതാവണമെങ്കിൽ അജ്ഞാനമില്ലാതാകണം, അറിവില്ലായ്മയെ ഇല്ലാതാക്കണം. എന്താ അറിവില്ലായ്മ? ശരീരമനോബുദ്ധികൾ ഞാനെന്ന ഭാവം, അതില്ലാണ്ടാവണം. അതില്ലാതാവാൻ എന്താ വഴി? അതിന് അറിവ് വേണം, ജ്ഞാനമുണ്ടാകണം. ഈ ജ്ഞാനമുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? പറയാണ്, തപസാ ബ്രഹ്മചര്യേണ ശമേന ച ദമേന ച ത്യാഗേന സത്യശൗചാഭ്യാം യമേന നിയമേന ച ദേഹവാഗ്ബുദ്ധിജാം ധീരാധർമ്മജ്ഞാ ശ്രദ്ധയാന്യുത ക്ഷിപന്ത്യഘം മഹദപി വേണുഗുൽമമിവാനലഹ. എന്തു ചെയ്യണം? നമ്മൾ തപസ് ചെയ്യണം. ഓഹോ, ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം, ശമം മനസ്സിനെ അടക്കണം, ബുദ്ധിയെ അടക്കണം, ത്യാഗം ചെയ്യണം, സത്യം ചെയ്യണം, ശൗചമുണ്ടായിരിക്കണം. ഇങ്ങനെ ഈ തപസ്സോടുകൂടിയുള്ള അറിവ്, തപസ്സോടുകൂടിയുള്ള അറിവ് കൊണ്ട് മാത്രമേ എന്തു ചെയ്യുള്ളൂ? നമ്മുടെ അജ്ഞാനമില്ലാതാവുകയുള്ളൂ. വേദാന്തം പഠിച്ചാൽ മാത്രം പോരാ, വേദാന്തം പഠിച്ച് വലിയ വിദ്വാനായാൽ മാത്രം പോരാ. ആ വേദാന്തത്തെ സ്വജീവിതത്തിൽ അനുഷ്ഠിച്ച് എന്തു ചെയ്യണം? അഹംബുദ്ധിയെ ഇല്ലാണ്ടാക്കണം. അപ്പോൾ അഹംബുദ്ധി, ശരീരത്തിൽ ഞാനെന്ന ഭാവം, അല്ലേ? എന്താണ്? ഈ ശരീരത്തിൽ ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് പാപത്തെ ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ. അനന്തചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. അപ്പോൾ എല്ലാം ഞാനാണെന്നുള്ള ഭാവം, ഞാൻ ഈ ശരീരമനോബുദ്ധികളല്ല എന്നുള്ള ഭാവം ഉണ്ടായാലേ പാപവാസനകളില്ലാതെ ആവുള്ളൂ. അങ്ങനെ അത് കേട്ടപ്പോൾ പരീക്ഷിത്തെ ഭഗവാനും നോക്കി ചിരിച്ചു.
അല്ലേ? സുഖബ്രഹ്മർഷി നോക്കി ചിരിച്ചു. ആർക്കാണ് ഈ കലികാലത്തിൽ ഇപ്രകാരം തപസ് ചെയ്യാനും ബ്രഹ്മചര്യം അനുഷ്ഠിക്കാനും ശമതമംഗളം നേടാനും, അല്ലേ, ഇതൊക്കെ ആർക്കാ സാധിക്കുക? വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇതിനു വേണ്ടി ശ്രമിക്കുന്നവരുള്ളൂ. ശ്രമിച്ചാൽ പോലെ അതിൽ സാധിക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇത് ആർക്ക് സാധ്യമല്ല എന്നാണോ? അപ്പോഴേ സുഖബ്രഹ്മർഷി പറയാണ് വേറൊരു വഴി കൂടിയുണ്ട്. അതെന്താ വേറൊരു വഴി? നയദാഹ്യഗവാൻ രാജൻ പൂയേതപാദിഭിഃ യഥാ കൃഷ്ണാർപ്പിത പ്രാണസ്തത്പുരുഷ നിഷേവയാ, അല്ലേ? കേചിത് കേവലയാ ഭക്ത്യാ വാസുദേവപരായണ അഘം ധുന്വന്തി കാർസ്നേന നീഹാരമിവ ഭാസ്കര. അല്ലയോ പരീക്ഷിത്തേ, അല്ലയോ ശ്രോതാക്കളെ, ഞങ്ങൾക്ക് ഇങ്ങനെ തപസ്സൊന്നും ചെയ്യാനോ ഈ ജ്ഞാനമാർജിക്കുവാനോ സാധ്യമല്ല എന്നതുകൊണ്ട് മനസ്സ് കെടരുത്. എന്തുകൊണ്ട്? വേറൊരു വഴിയുണ്ട്, അല്ലേ? എളുപ്പമായിട്ടുള്ളൊരു വഴിയുണ്ട്. അതെന്താണ്? അത് കേവലയാ ഭക്തിയ. ശ്രീ ഭഗവാന്റെ പാദചരണങ്ങളിൽ കേവലമായിരിക്കുന്ന സമ്പൂർണമായിരിക്കുന്ന ഭക്തി വർദ്ധിപ്പിക്കുക. അങ്ങനെ ശ്രീ ഭഗവാനിൽ പരമമായ ഭക്തി ഉണ്ടാകുമെങ്കിൽ ആ ഭക്തി അഖം ധുന്വന്തി, സകലവിധങ്ങളായിരിക്കുന്ന പാപങ്ങളെയും എപ്രകാരമാണോ സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ടില്ലാതാകുന്നത്, അതുമാതിരി ഭക്തിയാകുന്ന സൂര്യൻ നമ്മുടെ ഹൃദയത്തിൽ ഉദിക്കുന്നതോടുകൂടി സകലവിധങ്ങളായിരിക്കുന്ന പാപങ്ങളും ഇല്ലാതായിത്തീരും. അതുകൊണ്ട് വിഷമിക്കണ്ട, അല്ലേ? നമുക്കെല്ലാവർക്കും ആശയ്ക്ക് വഴിയുണ്ട്. എന്താണ്? ശ്രീ ഭഗവാന്റെ പാദരേണുക്കളിൽ ചരണങ്ങളിൽ എന്തു ചെയ്യട്ടെ? നമുക്ക് ഭക്തി വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ ആ ഭക്തി തന്നെ നമുക്ക് നമ്മുടെ സകല പാപങ്ങളെയും ഇല്ലാതാക്കി തീരും. ഇതാണ് അനുഗ്രഹം, അല്ലേ? നമ്മൾ അനുഗ്രഹത്തിന് പാത്രമൊന്നുമല്ല. നോക്കൂ, ചില മഹാത്മാക്കളുണ്ട്, ഋഷികളുണ്ട്, അവരൊക്കെ വലിയ തപസ് ചെയ്തിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി. അതിൽ ഭഗവാന് വലിയ കാര്യമൊന്നുമില്ല. എന്താ? നന്നായി പഠിച്ച ഒരാൾക്ക് മാർക്ക് കിട്ടി എന്ന് വെച്ചാൽ വലിയ കാര്യമില്ല. തോൽക്കാൻ പോകുന്ന ആൾക്കാണ് ഗ്രേസ് മാർക്ക് വേണ്ടത്, അല്ലേ? ഈ ഗ്രേസ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്. അപ്പോൾ നമ്മളെ പോലെയുള്ള സാമാന്യരായിരിക്കുന്ന ആളുകൾക്ക് എന്താ ഒരു വഴി? എന്തെങ്കിലും വഴിയുണ്ടോ? ഈ ദുഃഖത്തിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടാൻ നമ്മളെപ്പോലെ സാമാന്യരായ ആളുകൾക്ക് എന്താ വഴി? പറയാണ്, വിഷമിക്കരുത്, നമുക്കെല്ലാവർക്കും ഒരു വഴിയുണ്ട്. എന്താ വഴി? ഭഗവാന്റെ പാദചരണങ്ങളിൽ ഭക്തിയുണ്ടാവുക, അല്ലേ? ഈ ഭക്തി ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ ശ്രീ ഭഗവാനിൽ ആ പരമമായ പ്രേമമുണ്ടാകുന്നതോടുകൂടി തന്നെ നമ്മുടെ മനസ്സിലെ പാപവാസനകളെല്ലാം അസ്തമിച്ച് നമുക്ക് ഭഗവാനോട് ഭക്തി ഉണ്ടാകുമ്പോൾ സകലവിധങ്ങളായ പാപങ്ങളുമില്ലാതായി നമുക്കും മോക്ഷത്തിന് അധികാരിത്വമുണ്ടാകും. തീർച്ചയായും ഉണ്ടാവും. അതെങ്ങനെയാ പറ്റുക? സകൃന്മന കൃഷ്ണപദാരവിന്ദയോർ നിവേശിതം തദ്ഗുണരാഗിയൈരിഹ നദേയമം പാശഭൃതശ്ച തദ്ഭടാൻ സ്വപ്നേപി പശ്യന്തി ചീർണനിഷ്കൃതാഃ. ആരാണോ ശ്രീ ഭഗവാനെക്കുറിച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ശ്രീ ഭഗവാന്റെ നാമം ജപിക്കുന്നത്, ഭഗവാനെ ചിന്തിക്കുന്നത്, ഭഗവാനെ സ്മരിക്കുന്നത്, അവരുടെ ഹൃദയത്തിൽ എന്തു ചെയ്യും? ശ്രീ ഭഗവാന്റെ പാദചിഹ്നങ്ങളുണ്ടാവും. അങ്ങനെ ശ്രീ ഭഗവാന്റെ പാദചിഹ്നങ്ങളോടുകൂടിയവരെ സ്പർശിക്കാൻ യമഭടർ ഒരിക്കലും ധൈര്യപ്പെടുകയില്ല. യമഭടന്മാർ അവരൊരിക്കലും നമ്മളെ ഈ നരകത്തിലേക്ക് കൊണ്ടുപോയി നമുക്ക് വലിയതായ ദുഃഖം ഉണ്ടാക്കുകയില്ല. എന്തു ചെയ്താൽ മതി? ശ്രീ ഭഗവാന്റെ പാദചരണങ്ങളിൽ ഭക്തി ഉണ്ടായാൽ മതി. അതെയോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ? നിങ്ങളത് വെറുതെ പറയണമാണോ? ആർക്കറിയാം? പറയാണ്, അങ്ങനെയല്ല. ഭഗവാന്റെ പാദങ്ങളിൽ ഭക്തി ഉണ്ടാവാൻ എന്താ വഴി? ഭഗവാന്റെ നാമം സ്മരിക്കുക, അല്ലേ? നാരായണായ നമയെന്നു സദാ ജപിച്ചാൽ പാപം കെടും, പശി കെടും, വ്യസനങ്ങൾ തീരും, നാവിനുണർച്ച വരും, ഏറ്റവും അന്ത്യകാലേ ഗോവിന്ദപാദകമലങ്ങൾ തെളിഞ്ഞു കാണാം. നാരായണായ നമ, നമോ നമോ നാരായണായ എന്ന് ജപിക്കുക.
ഈ ഓം നമോ നാരായണായ എന്നുള്ള ഭഗവൻ നാമജപത്തിലൂടെ തന്നെ നമ്മുടെ സകലവിധങ്ങളായിരിക്കുന്ന ദുഃഖങ്ങളും പാപങ്ങളും ഇല്ലാതായി നമുക്ക് പരമമായിരിക്കുന്ന ശാന്തിയും സമാധാനവും സന്തോഷവും മോക്ഷവും കൈവരും. ഇത് പറയാൻ വേണ്ടി ഒരു കഥ പറയാണ്. ദൂതാനാം വിഷ്ണുയമയോ സംവാദസ്ഥം നിബോധമേ. ഞാനിത് ഈ പറഞ്ഞത് വെറുതെയല്ല, ഇതൊരു പ്രധാനമായ കാര്യമാണ്, ഇത് സത്യമാണ് എന്നറിയിക്കുന്നതിനായിട്ടൊരു കഥ പറയാം. എന്ത് കഥയാണ്? കന്യാകുബ്ജേ ദ്വിജ കശ്ചിത് ദാസീപതിരജാമിള നാംന നഷ്ടസദാചാരോ ദാസ്യാ സംസർഗദൂഷിത. പണ്ട് കന്യാകുബ്ജം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സ്ഥലം, ഈ കന്യാകുബ്ജത്തെയാണ് ഇന്ന് കാനൗജ് എന്ന് പറയുന്നത്. കന്യാകുബ്ജം എന്ന് പറയുന്ന സ്ഥലത്ത് അത്യുത്തമനായിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു വേശ്യാസ്ത്രീയിൽ അനുരക്തനായിട്ട് തീർന്നു. എന്നിട്ട് തൻ്റെ സകല ധർമ്മങ്ങളെയും ത്യജിച്ച് ഈ വേശ്യാസ്ത്രീയോടൊപ്പം താമസമായി. 25 വയസ്സിലാണ് ഈ സ്ത്രീയുമായിട്ട് സംസർഗമാവുന്നത്. അന്ന് അതായി അപ്പം എന്ത് ചെയ്തു? തൻ്റെ വീട്ടിൽ പോയിട്ട് തൻ്റെ സകല ധനങ്ങളെയും കൊണ്ടുവന്ന് കൊടുത്തു. അതുകൊണ്ടൊന്നും ആവില്ല. പിന്നെന്ത് ചെയ്തു? ആൾക്കാരെ തട്ടിപ്പറിക്കുക, മറ്റുള്ളവരെ വഞ്ചിക്കുക, അസത്യം പറയുക, എന്തെല്ലാം വിധത്തിലുള്ള പാപങ്ങളുണ്ടോ ആ പാപങ്ങളെല്ലാം ചെയ്ത് ധനം സമ്പാദിച്ചിട്ട് എന്ത് ചെയ്തു? ഇവർക്ക് കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. നടക്കണ്ടേ? അങ്ങനെ ഒരു വിധത്തിലും ഇവർക്ക് അല്ലേ അറ്റമില്ലാത്ത ഒരു കുണ്ടുപോലെയാണ്, എത്ര കൊടുത്താലും തികയില്ല. അങ്ങനെ ഒരു വിധത്തിലും ജീവിക്കാൻ വയ്യാതെയായി സകലവിധങ്ങളായിരിക്കുന്ന ദുഷ്കർമ്മങ്ങളും പാപകർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഈ അജാമിളൻ അങ്ങനെ ജീവിച്ചു ഈ സ്ത്രീയോടൊപ്പം. കാലം കുറേ കടന്നുപോയി. ഇയാൾക്ക് 88 വയസ്സായി. ഈ 88 വയസ്സായപ്പോഴേക്കും 10 മക്കളുണ്ടായി. ഈ 10 മക്കളിൽ ഏറ്റവും താഴെയുള്ള ആൾ ഒരു ആൺകുട്ടിയാണ് ഉണ്ടായത്. ആ കുട്ടിയോട് ഇദ്ദേഹത്തിന് വലിയതായ ഒരു ആകർഷണം ഉണ്ടായി. എന്തോ പൂർവ്വപുണ്യം കൊണ്ട് ആ കുട്ടിക്ക് നാരായണൻ എന്ന് പേര് വിളിച്ചു. ഇപ്പം നമ്മളിടുന്ന പേരിൽ എന്തൊക്കെ പേരുകളാണ്, ഒരു അർത്ഥമില്ലാത്ത പേരുകളാണ് നമ്മളിപ്പോൾ ഇടുന്നത്. അങ്ങനെ ആവരുതെന്നാണ്. പേരെന്തിനാണ്? 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, നമ്മളാരാണ് എന്ന് നമുക്ക് ബോധം ഉണ്ടാവാൻ. 2, നമ്മൾ ആരാണ് ആവേണ്ടത് എന്ന ബോധം ഉണ്ടാവാൻ. എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈശ്വരൻ്റെ പേരുകൾ ഇടുന്നത്? ആ ഈശ്വരൻ്റെ പേരുകൾ നമുക്ക് ഇടുമ്പോൾ എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ പേര് കൃഷ്ണൻ എന്നാണല്ലോ, ഞാൻ എൻ്റെ പേരിന് കളങ്കമാകുന്ന വിധത്തിൽ ജീവിക്കരുതല്ലോ എന്ന് ആൾക്ക് തോന്നണം. അതിനു വേണ്ടിയിട്ടാണ് ശ്രീ ഭഗവാന്റെ പേരുകൾ നമുക്ക് ഇടുന്നത്. അങ്ങനെ എന്തോ ഒരു പൂർവ്വ പുണ്യപരിഭാഗം കൊണ്ട് തൻ്റെ അവസാനത്തെ കുട്ടിക്ക് നാരായണൻ എന്ന് പേരിട്ടു. നാരായണനോട് എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ടാകുന്ന പോലെ, പ്രത്യേകിച്ചും വയസ്സായ സമയത്ത് ഉണ്ടാകുന്ന കുട്ടികളോട് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ബന്ധം മാതാപിതാക്കൾക്ക് ഉണ്ടാവുന്നത് പോലെ ഈ കുട്ടിയെ കൂടാതെ ജീവിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയിലായി അജാമിളൻ. ഉണ്ണുമ്പോഴും ഉടുക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ ഈ കുട്ടിയെ കൂടെ കഴിപ്പിച്ചും ഉറക്കിച്ചും ഒക്കെയാണ് ജീവിക്കുന്നത്. അങ്ങനെ വലിയതായ മമത്വത്തോടു കൂടി ജീവിക്കുകയാണ്. അങ്ങനെ വലിയതായ മമത്വത്തോടു കൂടി ഈ കുട്ടി ജീവിക്കണു. 88 വയസ്സായി. ഒരു ദിവസം കുഞ്ഞ് കുറച്ച് ദൂരെ കളിക്കാൻ വേണ്ടി പോയി. അവിടെ കളിക്കുന്നത് കാണാൻ കുറച്ച് ദൂരെ. അങ്ങനെ അജാമിളൻ ഇരിക്കുന്നതായ സമയത്ത് അജാമിളൻ്റെ മുമ്പിൽ അജാമിളന് കുറച്ച് വയ്യാണ്ടിയായി. ആ വയ്യാതായ സമയത്ത് എന്ത് ചെയ്തു? അത്യുഗ്രമായിരിക്കുന്നൊരു ദർശനമുണ്ടായി അജാമിളന്. എന്താണ്? നിശമ്യമൃയമാണസ്യ ബ്രുവതോ ഹരികീർത്തനം. എന്നുമ്പ് മതിം ചകാരത. എന്ത് ചെയ്തു? ഇങ്ങനെ കിടക്കുന്നതായിട്ടുള്ള സമയത്ത് മൃത്യുകാലേ ഉപസ്ഥിതേ, ആ മരണം വരുന്നു എന്ന് തോന്നിയ സമയത്ത് തൻ്റെ മുമ്പിൽ വലിയ കൊമ്പുകളൊക്കെ ഉള്ളതായ അതിഭീകരന്മാരായിരിക്കുന്ന 3 പേരെ ഇയാൾ കണ്ടു. അതിഭീകരന്മാരായി, കാണാൻ പോലും നോക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള അതിഭീകരന്മാരായിരിക്കുന്ന 3 പുരുഷന്മാർ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് കണ്ടു. കണ്ടപ്പോൾ
ഇയാൾക്ക് മനസ്സിലായി എന്നെ കൊണ്ടുപോകാൻ വന്നവരാണ്. എന്നെ എവിടേക്ക് കൊണ്ടുപോകാനാണ്? നരകത്തിൽ കൊണ്ടുപോയി ഞാൻ ചെയ്തതായ പാപങ്ങൾക്കൊക്കെ ഫലം തരാൻ വേണ്ടി വന്നവരാണ് ഇവർ എന്ന് മനസ്സിലായി. എന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്നുണ്ടായ പേടി, മനസ്സിൽ പേടി വന്നു. പേടി വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മകനെ ഒന്നുകൂടെ കണ്ടിട്ട് മരിക്കാം എന്ന് വിചാരിച്ചു. കേട്ടോ, ദൂരെ കളിച്ചുകൊണ്ടിരിക്കുന്നതായ, ദൂരേ ക്രീഡനമാസക്തം പുരുഷം നാരായണ പുത്രം നാരായണ ഹ്വയം പ്ലാവിതേന സുരേണോച്ചേയാഹു അജുഹാവാകുലേന്ദ്രിയ. ഉറക്ക വിളിച്ചു, നാരായണ 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 എന്ന് വിളിച്ചു. തൻ്റെ മകൻ വരട്ടെ ചിന്താണ്. അങ്ങനെ തൻ്റെ മകനെ നാരായണ നാരായണ എന്ന് ഉറക്കെ ഉള്ളിൽ പിടച്ചിലോടുകൂടി ഇയാൾ വിളിക്കുമ്പോൾ അപ്പോഴേക്കും എന്ത് ചെയ്തു? യമദൂതന്മാർ തൻ്റെ യമപാശം എറിഞ്ഞു കഴിഞ്ഞു. ഈ ജീവനെ കെട്ടിവലിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമായി എടുക്കാൻ തുടങ്ങി. നാരായണ എന്നുള്ള ശബ്ദം ഉയർന്നതും അവിടെ ഒരു അത്ഭുതം ഉണ്ടായി. എന്താണ്? പെട്ടെന്ന് നിശാമ്യമറിയമാണസ്യ ബ്രുവതോ ഹരികീർത്തനം ഭർത്തുർനാമ മഹാരാജ പാർഷദ സഹസാപതത്. പെട്ടെന്ന് അവിടെ എന്ത് ചെയ്തു? 4 വിഷ്ണുവിൻ്റെ പാർഷദന്മാരവിടെ പ്രത്യക്ഷരായി തീർന്നു. എന്നിട്ടോ ഇവനെ കെട്ടിവലിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതായ യമപാശത്തെ ഈ വിഷ്ണു പാർഷദന്മാർ മുറിച്ചു കളഞ്ഞു. ഇങ്ങനെ പെട്ടെന്ന് ഈ ഭഗവാനെ പോലെ തന്നെ ഇരിക്കുന്നതായ സശങ്കചക്ര കിരീടന്മാരായി ഭഗവാന്റെ അതേ രൂപത്തോടുകൂടി, അതേ ഭാവത്തോടുകൂടി, അതേ വൈഭവത്തോടുകൂടി കാണപ്പെട്ടതായ 4 പേരെ കണ്ട് കിങ്കരന്മാർക്കൊക്കെ പേടിയായി. അയ്യോ ഇതെന്താ സംഭവിക്കുന്നത്? ആരാണ് എന്നവർക്ക് തോന്നി. എന്നിട്ട് അവർ പറഞ്ഞു, തേ യൂയം പ്രതിഷിദ്ധാരോ ധർമ്മരാജസ്യ ശാസനം കിമർത്ഥം ധർമ്മപാലസ്യ കിങ്കരാന്നോ നിഷേധത. ഇയാള് അതിദുഷ്ടനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇയാള് സകലവിധങ്ങളായിരിക്കുന്ന ദുഷ്കർമ്മങ്ങളും ചെയ്തിരിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഇയാളെ കൊണ്ടുപോകുവാൻ വേണ്ടി നരകത്തിൽ കൊണ്ടുപോയി അയാൾക്ക് വേണ്ടതായ ശിക്ഷകളെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ആ സമയത്ത് ഇവിടെ വന്ന് അതിന് തടയിടുന്നതായ നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് തടയിടുന്നത് എന്ന് ചോദിച്ചു. അപ്പോളേ ഈ വിഷ്ണുദൂതന്മാർ യമദൂതന്മാരോട് ചോദിച്ചു, അതെ നിങ്ങൾ ധർമ്മരാജാവിൻ്റെ നിർദ്ദേശകാരികളാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവനെ നിങ്ങളിപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന് പറയൂ. ദണ്ഡ്യാ കിം കാരിണ സർവേ, അല്ലേ? ആരാണ് ദണ്ഡത്തിന് അർഹരായിട്ടുള്ളവർ? എന്തു ചെയ്തവർക്കാണ് ദണ്ഡമുണ്ടാകേണ്ടത്? ആരെയാണ് ശിക്ഷിക്കേണ്ടത്? ആരാണ് ഈ നരകത്തിലേക്ക് പതിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യമദൂതന്മാർ പറഞ്ഞു, വേദപ്രണിഹിതോ ധർമ്മോ ഹ്യധർമ്മസ്തദ്വിപര്യഃ വേദോ നാരായണ സാക്ഷാത് സ്വയംഭൂരിതി ശുശ്രുമ. എന്താണ്? ആരെയാ ശിക്ഷിക്കേണ്ടത്? ആരെയാ രക്ഷിക്കേണ്ടത്? ഇതൊക്കെ എങ്ങനെയാ അറിയാം നമുക്ക്? പറയാണ്, ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവർ ധാർമ്മികർ, ആ ധർമ്മത്തെ അനുസരിക്കാത്തവർ അധാർമികർ. അധാർമികരായിരിക്കുന്ന ആളുകൾക്ക് നരകാദി ശിക്ഷ. ഇതാണ് നിയമം. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. ചില ഇപ്പോഴത്തെ പുതിയ നിയമവ്യവസ്ഥ പോലെയൊന്നുമല്ല. നിയമവ്യവസ്ഥയിൽ ഇങ്ങനെയും പറയാം, അങ്ങനെയും പറയാം, മറ്റേ വിധവും പറയാം, ഇത്തേ വിധം പറയാം എന്നൊക്കെയാണ്. പക്ഷെ നമ്മുടെ അതൊരു ധർമ്മശാസ്ത്രം വളരെ കൃത്യ. എന്താ ധർമ്മശാസ്ത്രം? ചെയ്യണമെന്ന് വേദം പറയുന്നത് ധർമ്മം, ചെയ്യരുത് എന്ന് വേദം പറയുന്നത് അധർമ്മം. അധർമ്മം ചെയ്തവന് ശിക്ഷ, ധർമ്മം ചെയ്തവനും ഊർധ്വഗതി. ഇത്രയേ ഉള്ളൂ. ഓഹോ, അപ്പം എന്താണ് വേദം പറയുന്നത്? വേദപ്രണിഹിതോ ധർമ്മ. ധർമ്മം നമ്മളോട് പറയണത് സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാൻമാ പ്രമദ, അല്ലേ?
ഇതൊക്കെ ചെയ്യണം, സത്യം പറയണം, ധർമ്മം ചരിക്കണം, നമ്മുടെ അച്ഛനെയും അമ്മയെയും അല്ലേ എല്ലാവരെയും ഈശ്വരനായി കണ്ടാരാധിക്കണം, ദാനം ചെയ്യണം, തപസ് ചെയ്യണം എന്നൊക്കെ വേദം പറയണു. അപ്പോൾ ഇതൊക്കെ ചെയ്യുക മാത്രമല്ല ചെയ്തുകൂടാന്നും പറയുന്നുണ്ട്. എന്താ ചെയ്തുകൂടാ എന്ന് പറയുന്നത്? കളഞ്ചം മാ ഭക്ഷ്യൈഹി, മറ്റൊരു ജീവന് ദുഃഖമുണ്ടാക്കുന്നതായ ഭക്ഷണങ്ങളെ കഴിക്കരുത്. സുരാപാനം മാ കുര്യാഹ, അല്ലേ മദ്യം കഴിക്കരുത്, മറ്റുള്ളവരെ ചതിക്കരുത്, മറ്റുള്ളവരെ ദുഃഖിപ്പിക്കരുത് എന്നൊക്കെ വേദം പറയുന്നുണ്ട്. അപ്പോൾ വേദം എന്ത് ചെയ്യരുത് എന്ന് പറയുന്നുവോ അവയെ ചെയ്താൽ എന്താ ഫലം? പാപമാണ് ഫലം. അത്രയേ ഉള്ളൂ. ഇയാൾ ഈ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ മനുഷ്യൻ സകലവിധങ്ങളായ പാപങ്ങളെയും ചെയ്തിട്ടുള്ളവനാണ്, ഒരു പുണ്യവും ചെയ്തിട്ടുമില്ല. ഈ മനുഷ്യൻ, നിങ്ങളിപ്പോൾ രക്ഷിക്കാൻ നോക്കുന്നതായിട്ടുള്ള ഈ മനുഷ്യൻ എങ്ങനെയുള്ളവനാണ്? സകലവിധ പാപങ്ങളും ചെയ്തവനും യാതൊരു വിധത്തിലുള്ള പുണ്യപ്രവർത്തികളും ചെയ്യാത്തവനുമാണ്. അങ്ങനെ പുണ്യമില്ലാത്തവനും പാപം വർദ്ധിച്ചിരിക്കുന്നവനുമായ ഈ മനുഷ്യൻ, ഈ എന്താ പറയുക, ഈ അജാമിളൻ, അയാളെ ഞങ്ങൾ എന്തു ചെയ്യും? ഇപ്പോൾ കൊണ്ടുപോകും. എവിടേക്ക് കൊണ്ടുപോകും? യമലോകത്ത് കൊണ്ടുപോകും. എന്നിട്ടോ ഇയാൾ ചെയ്തിരിക്കുന്നതായ പാപങ്ങൾക്കനുസരിച്ചിട്ട് പലവിധങ്ങളായിരിക്കുന്നതായ ശിക്ഷകളെ ഇയാൾക്ക് കിട്ടും. പലവിധ നരകങ്ങളിലൂടെ ഇയാൾക്ക് കടന്നു പോകേണ്ടി വരും. പക്ഷേ അങ്ങനെ പല വിധത്തിലുള്ള നരകങ്ങളിലൂടെയൊക്കെ കടന്നുപോയി എന്തു ചെയ്യും? എപ്രകാരമാണോ സ്വർണം പല വിധത്തിലതിൽ പല 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 ചെമ്പുമൊക്കെ ചേർത്ത് അവസാനം അല്ലേ സ്വർണം പേരിനാവും. അതിൽ സ്വർണത്തേക്കാൾ കൂടുതൽ ചെമ്പും മറ്റുള്ള ലോഹങ്ങളുമൊക്കെ ആയി അതിൻ്റെ തിളക്കം മങ്ങി വരും ഇല്ലേ? അപ്പോൾ എന്തു ചെയ്യും? നമ്മൾ ആ ആഭരണത്തെ അതിനെ മിന്നിക്കുക എന്നാണ് പറയുക. അതായത് അതിഭയങ്കരമായ ചൂടിൽ ആഭൂഷണം അല്ലെങ്കിൽ അത് ആഭരണം ഇടും. അപ്പോഴോ സ്വർണ്ണമൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ എന്തു ചെയ്യും? ഉരുകി മാറും, സ്വർണം മാത്രം തിളങ്ങും. അതുമാതിരി ഈ ജീവൻ എന്തു ചെയ്യും? പിടിച്ചു കൊണ്ടുപോയിട്ട് വറക്കുകയും പുരിക്കുകയും പലവിധങ്ങളായിരിക്കുന്ന നരകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ നരകാഗ്നിയിൽ വെന്ത് എന്തു ചെയ്യും? ഇവൻ്റെ പാപങ്ങളൊക്കെ ഇല്ലാണ്ടാവും. മറ്റു മതങ്ങളും നമ്മുടെ മതവുമായിട്ടുള്ളൊരു വ്യത്യാസം ഇതാണ്. നമ്മളുടെ മതത്തിൽ സ്വർഗവും നിത്യമല്ല, നരകവും നിത്യമല്ല. നമ്മൾ സ്വർഗത്തിൽ പോയി നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വർഗത്തിൽ പോയാൽ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, നമ്മുടെ പുണ്യം തീരുമ്പോൾ മനുഷ്യനായിട്ട് തീരും. പാപത്തിലോ നമ്മൾ നരകങ്ങളിൽ പോയാലോ അവിടെ നരകം നിത്യനരകമല്ല, ക്ഷീണേ പാപേ മർത്യലോകം വിശന്തി. നമ്മുടെ പാപങ്ങളില്ലാതായി തീരുമ്പോൾ കുറേയൊക്കെ, മുഴുവനായിട്ടല്ല, കുറേയൊക്കെ ഇല്ലാതായി തീരുമ്പോഴേ നമ്മൾ തിരിച്ച് വീണ്ടും ഈ ലോകത്ത് തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് ഈ ആളെന്ത് യഥസൗ ശാസ്ത്രമൂല്യങ്ക്യ സൗരാചാര്യഗൃഹീതാ ആവർത്തത ചിരം കാലമഘായു അശുചിർമലാത് അത ഏനം ദണ്ഡബാണേ സകാശം കൃതകിൽബിഷം നേഷ്യാമോ അകൃതനിർവേശം യത്ര ദണ്ഡേന ശുദ്ധ്യതി. ഈ നരകങ്ങളിൽ പതിച്ച് നരകങ്ങളിലുണ്ടാകുന്ന ദണ്ഡങ്ങളെ കൊണ്ട്, യാതനകളെ കൊണ്ട്, ശിക്ഷകളെ കൊണ്ടൊക്കെ എന്തു ചെയ്യും? ഇയാൾ ശുദ്ധമായി തീരും. ഇയാൾക്കിപ്പോൾ എത്ര അശുദ്ധി ഉണ്ടാവാൻ എന്താ കാരണം? നോക്കൂ, ഇയാളൊരു സാധാരണ ആളല്ല. ഈ അജാമിളൻ ഒരു സാധാരണ ആളല്ല. ചില ആളുകൾക്ക് സത്യമെന്താണ്, അസത്യമെന്താണ്, നിത്യമെന്താണ്, അനിത്യമെന്താണ് എന്നറിയാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ല. ജനനം കൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലല്ല ജനിക്കുന്നത്. അപ്പോൾ പലപ്പോഴും പാപമാണ് പുണ്യം അല്ലെങ്കിൽ അകൃത്യമാണ് കൃത്യം എന്ന് വിചാരിച്ചിട്ടാണ് കുട്ടിക്കാലം മുതലേ ഈ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആ കുട്ടിക്ക് അയ്യോ ഞാൻ ചെയ്യുന്നത് പാപമാണല്ലോ എന്ന് ചിന്തിക്കാൻ പോലുമുള്ളൊരു അവസരം ഉണ്ടാവില്ല. പക്ഷേ ഈ അജാമിളൻ അങ്ങനെയുള്ള ആളല്ല. ആരാണ് ഈ അജാമിളൻ? അയം ഹി ശ്രുതസമ്പന്ന,
ശീലവൃത്തഗുണാലയ ധൃതവന്തോ മമൃദുർദാന്ത സത്യവാൻ മന്ത്രവിച്ചുചി. അല്ലേ, വളരെ നല്ല കുലത്തിൽ പിറന്നൊരു ബ്രാഹ്മണനായിരുന്നു ഈ അജാമിളൻ. അദ്ദേഹോ ശ്രുതസമ്പന്ന, കുട്ടിയായ സമയത്ത് വേദം പഠിച്ചിട്ടുണ്ട്. സത്യമെന്താണ്, കൃത്യമെന്താണ്, അകൃത്യമെന്താണ്, ചെയ്യേണ്ടതെന്താണ്, ചെയ്തുകൂടാത്തതെന്താണെന്നൊക്കെ നന്നായിട്ടറിയാം. അപ്പോഴോ ആ സമയത്തൊക്കെ എല്ലാവിധത്തിലുള്ള സദ്വൃത്തങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്, വളരെ നല്ല ഒരാളായിരുന്നു. ശരീരത്തെയും മനസ്സിനെയൊക്കെ വേണ്ട വിധത്തിൽ നിയന്ത്രിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ഗുരുവഗ്നിവൃദ്ധാനാം ശുശ്രൂഷുർനിരഹംകൃത സർവഭൂത സുഹൃത്സാധുർ മിതവാഗ് അനസൂയക. അയാളുടെ ശരീരവും മനസ്സും വാക്കുമൊക്കെ ശുദ്ധമായിരുന്നു. തൻ്റെ മാതാവിനെയും തൻ്റെ പിതാവിനെയും തൻ്റെ ആചാര്യന്മാരെയൊക്കെ അതിഥികളെയൊക്കെ വേണ്ടവണ്ണം ശുശ്രൂഷിക്കുന്നവനായിരുന്നു. പിന്നെ അഹങ്കാരമില്ലാത്തവനായിരുന്നു, എല്ലാവരുടെയും സുഹൃത്തായിരുന്നു. അങ്ങനെ സകല ഗുണങ്ങളും ചേർന്ന ഒരാളായിരുന്നു ആര്? നമ്മുടെ അജാമിളൻ. അപ്പോൾ പഠിച്ചിട്ടുള്ള ആളാ, കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള ആളാ. അതുമാതിരി സമയമായ സമയത്ത് അച്ഛനും അമ്മയും ഇയാൾക്ക് വിവാഹമൊക്കെ ചെയ്തു കൊടുത്തു. ധർമ്മപത്നി, വളരെ സുചരിതയായിട്ടുള്ള ധർമ്മപത്നിയുണ്ട്. അങ്ങനെ തൻ്റെ ആശ്രമത്തിൽ, ഗൃഹസ്ഥാശ്രമത്തിൽ വസിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയത്ത് നിത്യമായിട്ടുള്ള, അല്ലേ, ബ്രാഹ്മണർക്ക് നിത്യമായിട്ട് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യണം എന്നാണ്. പൂജകളെ ചെയ്യണം, അഗ്നിഹോത്രാദികളെ ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ പുല്ലുകൾ, പലതരത്തിലുള്ള സാധനങ്ങൾ വേണം. അതിന് വിറക് വേണം, പിന്നെ അതിന് വേണ്ടതായിട്ടുള്ള സാമഗ്രികൾ വേണം, പിന്നെ പൂക്കൾ വേണം. ഇതൊക്കെ എവിടുന്നാണ് കിട്ടുക? ഇതൊക്കെ കിട്ടുന്നത് കാട്ടിലാണ്. അപ്പോൾ പണ്ടത്തെ പോലെ, ഇന്നത്തെ പോലെയല്ല, ഓരോ ഗ്രാമത്തിലും ചെറിയ ചെറിയ കാടുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടി, ഇതൊക്കെ നേടാൻ വേണ്ടിയിട്ട് ഇയാൾ ഒരിക്കൽ കാട്ടിൽ പോയി. ഏകദാസൗ വനം യാതഃ പിതൃസന്ദേശകൃദ്വിജഃ ആദായ തഥാവൃത്ത ഫലപുഷ്പസമിത് കുശാൻ. സമിത്ത്, അല്ലേ, വിറക് കുശം എന്ന് പറയുന്നതായിട്ടുള്ള പുല്ല്, ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, നേടാൻ വേണ്ടിയിട്ട് ഇയാൾ ഇവിടെ പോയി, കാട്ടിൽ പോയി. കാട്ടിൽ പോയപ്പോൾ എന്താ കണ്ടത്? ആ കാട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുത്ത് വരുന്ന സമയത്ത് അവിടെ ഒരു കാഴ്ച കണ്ടു. എവിടെ? ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഇയാളൊരു കാഴ്ച കണ്ടു. എന്താ കണ്ടത്? ദദർശകാമിനം കശ്ചിത് ശൂദ്രം സഹഭുജിഷ്യയ പീത്വാച മധുർമൈരേയം മദാഘൂർണിതനേത്രയ മത്തയാ വിശലന്നിവ്യാവ്യപേദം നിസ്ത്രപ്രജ്ഞം ക്രീഡന്തം ഗായന്തം. അവിടെ ഒരു സ്ത്രീയെ കണ്ടു, അതിസുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ. അവർ ക്രീഡന്തം, അവിടെ കളിക്കുന്നുണ്ട്, എന്താണ്, പാടുന്നുണ്ട്, എന്നിട്ടോ ഒപ്പം മദ്യം കഴിക്കുന്നുണ്ട്. ഒപ്പം ഒരു ശൂദ്രനോടൊപ്പം അവിടെ പലവിധങ്ങളായ രതിക്രീഡകളെ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു സ്ത്രീയെ ഈ കാട്ടിനുള്ളിൽ വെച്ച് ഈ അജാമിളൻ എന്ന് പറയുന്ന ഉത്തമ ബ്രാഹ്മണൻ കാണാനിടയായി. കണ്ടോട്ടെ, ഇനെന്താ, അല്ലേ? ഈ ലോകത്ത് പല പല സാധനങ്ങളുണ്ടാവും. അതൊക്കെ കണ്ടു എന്നും വെച്ചിട്ടെന്താ, കണ്ണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്തു? പതുക്കെ ഈ സ്ത്രീ ഇയാളെ നോക്കി അംഗവിക്ഷേപങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. ഇയാളുടെ മനസ്സ് ഈ സ്ത്രീയിലേക്ക് ആകൃഷ്ടമായി തീർന്നു. അപ്പോളോ, അല്ലേ, അപ്പം അയാൾക്ക് തോന്നി, ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല, ഞാനൊരു ഉത്തമ ബ്രാഹ്മണനാണ്, ഞാൻ സത്യധർമാദികളെ അനുഷ്ഠിച്ച് ജീവിക്കേണ്ടവനാണ്, അല്ലാതെ ഈ തോന്നുന്ന പോലെയുള്ള കർമ്മങ്ങളെ ചെയ്ത് ജീവിതം വ്യർത്ഥമാക്കേണ്ടവനല്ല എന്നൊക്കെ മനസ്സിൽ വന്നു, പഠിച്ചതായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട്. പക്ഷേ എന്ത് ചെയ്തു? ഈ ആളുടെ മനസ്സിലുണ്ടായ കാമം അതിശക്തമായി തീർന്നു. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായത്തെ സംഗാത് സംജായത്തെ കാമഃ. നമ്മുടെ മനസ്സിലെ കാമം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണം? കാമം വരാതെ സൂക്ഷിക്കണം. കാമം നമ്മുടെ മനസ്സിൽ വന്നാൽ പിന്നെ അതിനെ ജയിക്കാൻ എളുപ്പമല്ല. ശ്രീ പരമേശ്വരൻ മാത്രമേ കാമത്തെ ജയിച്ചവനായിട്ടുള്ളൂ എന്നാണ്. ബാക്കിയുള്ളവർക്കൊന്നും കാമത്തെ ജയിക്കാൻ എളുപ്പമല്ല. അപ്പോൾ ഇയാൾ മനസ്സിനെ നിയന്ത്രിക്കാനൊക്കെ തോന്നി, ശ്രമിച്ചു,
പക്ഷെ സാധിച്ചില്ല. ന ശശാക സമാധാതും മനോ മദനവേപിതം. മദനനാൽ കാമദേവനാൽ പീഡിപ്പിക്കപ്പെട്ടതായ മനസ്സുകൊണ്ട് ഇയാൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചില്ല? തൻ്റെ മനസ്സിനെ ഈ സ്ത്രീയിൽ നിന്ന് വലിച്ചു വെക്കാൻ സാധിച്ചില്ല, പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടോ താമേവ മനസാധ്യായൻ സ്വധർമാത് വിരരാമഃ. അയാൾ എന്ത് ചെയ്തു? തൻ്റെ ധർമ്മത്തെയെല്ലാം ഉപേക്ഷിച്ച് ഈ സ്ത്രീയുടെ ഒപ്പം താമസമായി. ഇനി സ്ത്രീയുടെ ഒപ്പം ഈ വേശ്യാസ്ത്രീയുടെ ഒപ്പം താമസിച്ചുകൊണ്ട് കാര്യമായില്ല. വേശ്യയ്ക്ക് വേണ്ടതായിട്ടുള്ളതായ കാര്യങ്ങളെ കൊടുക്കണം, അതൊരിക്കലും തീരാത്തതാണ്. അപ്പം അതിനെന്ത് ചെയ്തു? ഇയാൾ പോയി തൻ്റെ ഗ്രാമത്തിൽ പോയി തൻ്റെ അച്ഛനെയുമായിട്ടും അമ്മയുമായിട്ടും ഒക്കെ വഴക്കുണ്ടാക്കി അവരുടെ കുലസ്വത്ത് മുഴുവൻ പിടിച്ചു വാങ്ങി. എന്നിട്ട് അത് മുഴുവൻ ഈ സ്ത്രീക്ക് കൊണ്ടുകൊടുത്തു. വല്ല കാര്യമുണ്ടോ? മാത്രമല്ല സ്വന്തം വീട്ടിൽ വിപ്രാം സ്വഭാര്യാം അപ്രൗഢാം കുലേ മഹതിലംഭിതാം വിസസർജാചിരാത് പാപഃ സ്വൈരിണ്യാപാംഗവിദ്ധതി. എന്തിതു? ഈ സ്ത്രീയിലുണ്ടായ അത്യധികമായിരിക്കുന്ന ഈ എന്താ പറയുക കാമം കാരണം, അവരുമായുണ്ടായ ഒട്ടൽ കാരണം എന്ത് ചെയ്തു? തൻ്റെ വീട്ടിലിരിക്കുന്ന അതിപതിവ്രതയായിരിക്കുന്ന ശുദ്ധയായിരിക്കുന്ന സകല സദാചാര സമ്പന്നയായിരിക്കുന്ന തൻ്റെ ഭാര്യയെ ഇയാൾ ഉപേക്ഷിച്ചു. എന്നിട്ട് ഇവിടെ വന്നിട്ടോ സകലവിധങ്ങളായിരിക്കുന്ന അധർമ്മങ്ങളെയും ചെയ്യാൻ തുടങ്ങി. അല്ലേ? ആദ്യം തൻ്റെ വീട്ടിൽ നിന്നുള്ളത് കൊണ്ടുകൊടുത്തു. പക്ഷേ വീട്ടിൽ നിന്ന് കൊണ്ടുകൊടുത്തൊക്കെ കഴിഞ്ഞു. 4 ദിവസം കൊണ്ടെല്ലാം തീർന്നു. പിന്നെ എന്തായി? ആൾക്കാരെ പറ്റിക്കുക, ആൾക്കാരൊന്ന് പിടിച്ചു പറിക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കുക, ഇങ്ങനെയൊക്കെ ധനമുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ വേദം എന്തെല്ലാം നിഷേധിച്ചിട്ടുണ്ടോ, വേദം നിഷേധിച്ചിരിക്കുന്നതായ സകല കർമ്മങ്ങളും ഇയാൾ ചെയ്തു. ഇയാൾ ചെയ്യാത്തതായിട്ടൊന്നുമില്ല. എല്ലാവിധ ദുഷ്കർമ്മങ്ങളെയും ചെയ്തുകൊണ്ട് അല്ലേ യഥസൗ ശാസ്ത്രമുല്യങ്ക്യ സ്വൈരാചാര്യാദിഗർഹിത ആവർത്തത ചിരം കാലമഘായുഹു അശുചിർ മലാത്. സകല വിധത്തിലുള്ള എല്ലാവിധത്തിലുള്ള തെറ്റുകളും ചെയ്തുകൊണ്ട് അശുചിയായി ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയൊക്കെ കെടുത്തുന്നവനായി ഇയാൾ എന്ത് ചെയ്തു? പതിച്ചു. അങ്ങനെ പാപത്തിൻ്റെ കുണ്ടിലേക്ക് വീണതായ ഇയാളെ ഞങ്ങൾ കൊണ്ടുപോകട്ടെ. നോക്കൂ, ഇപ്പം നമ്മുടെ മേത്ത് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ, കുട്ടിയായിരുന്ന സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വല്ല കുണ്ടിലൊക്കെ വീണ് നമ്മുടെ മേലത്തെ ചളിയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അമ്മ കൊണ്ടുപോയി നമ്മളെ തേച്ചൊരപ്പിച്ച് കഴുകും, അല്ലെ, കുളിപ്പിക്കും. ആ കുളിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്താ പറയുക, വാകയും അല്ലെങ്കിൽ ചകിരിയൊക്കെ ഇട്ട് ഉറക്കേണ്ടി വരും. ഈ ചകിരിയൊക്കെ ഇട്ട് ഉറയ്ക്കുമ്പോൾ നമുക്ക് വേദനിക്കും. അപ്പോൾ ആ വേദന എന്തിനു വേണ്ട? വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ നമ്മുടെ ശരീരത്തിലുള്ള ചളി കളയാൻ വേണ്ടിയിട്ടാണ്. അതുമാതിരി നമ്മളെ ഈ യമലോകത്ത് കൊണ്ടുപോകുന്നതും നമ്മളെ വേദനിപ്പിക്കാനല്ല. എന്തു ചെയ്യണം? ഈ യാതനകളിലൂടെ നമ്മൾ നേടിയതായിരിക്കുന്ന പാപങ്ങളെ കുറച്ചെങ്കിലും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യമലോകാദികളിലേക്ക് കൊണ്ടുപോകണം. അല്ലാതെ ഭഗവാൻ നമ്മളോട്, അല്ലേ, ഭഗവാൻ അർത്ഥത്രാണപരായണ, നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നവനാണ് ഭഗവാൻ. അപ്പോൾ ഈ അങ്ങനെയാണെങ്കിൽ ഭഗവാൻ നമ്മളെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ നരകവും ഭഗവാന്റെ സ്നേഹമാണ്, അല്ലേ? അവിടെ കൊണ്ടുപോയിട്ട് തേച്ചൊരച്ച് കഴുകി ഈ ജീവനെ വീണ്ടും കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് ശുദ്ധമാക്കി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് അല്ലയോ വിഷ്ണുദൂതന്മാരെ, പാർഷദന്മാരെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഞങ്ങളെ ഈ മഹാപാപിയെ എന്തു ചെയ്യട്ടെ? ആ നരകത്തിൽ കൊണ്ടുപോയി കുളിപ്പിക്കാൻ അവിടുന്ന് സമ്മതിക്കണം. അപ്പോഴേ വിഷ്ണുദൂതന്മാർ പറഞ്ഞു, കഷ്ടം കഷ്ടം കഷ്ടം, അല്ലേ? എന്താണോ സത്യമായിട്ടുള്ളത്, നോക്കൂ, നിങ്ങൾ യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. അല്ലേ? സാക്ഷാൽ യമധർമ്മൻ. ആരാ യമധർമ്മൻ? ധർമ്മരാജാവാണ്. ധർമ്മത്തെ അല്ലേ മുൻനിർത്തി പ്രവർത്തിപ്പിക്കുന്നവനാണ്. ധർമ്മത്തിൻ്റെ ആധാരമാണ്. അങ്ങനെ ധർമ്മത്തിൻ്റെ ആധാരമായിരിക്കുന്ന യമധർമ്മൻ പോലും ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഇനി എന്താ ഒരു രക്ഷ? കഷ്ടം കഷ്ടം കഷ്ടം, അഹോ കഷ്ടം ധർമ്മദൃശാം അധർമ്മസ്പൃശതേ സഭ.
അല്ലേ? ധർമ്മത്തിൽ അനുഷ്ഠിതരായിരിക്കേണ്ട, ധർമ്മത്തെ ആചരിക്കേണ്ടവരെ പോലും അധർമ്മം ഗ്രഹിച്ചുകൊണ്ടിരിക്കണമല്ലോ. അയ്യോ, വലിയ കഷ്ടം തന്നെ ഇത്, അല്ലേ? നോക്കൂ, പ്രജാനാം പിതരോ യേച ശാസ്താരസതഭസമാഹ, അല്ലേ? എപ്രകാരമാണോ അച്ഛൻ മക്കളെ രക്ഷിക്കുന്നത്, എപ്രകാരമാണോ രാജാവ് തൻ്റെ പ്രജകളെ രക്ഷിക്കേണ്ടത്, അതുമാതിരി എല്ലാവരെയും രക്ഷിക്കേണ്ടവനാണ് യമധർമ്മൻ. അങ്ങനെയുള്ള യമധർമ്മന് തന്നെ തെറ്റുപറ്റിയെന്നോ? കഷ്ടം കഷ്ടം. എന്താ സംഭവിച്ചത്? എന്താ അങ്ങനെയൊക്കെ പറയാൻ കാരണം? പറയാണ്, നോക്കൂ, നിങ്ങൾ സാധാരണ നിയമങ്ങളൊക്കെ ഓർക്കണുള്ളൂ. ഈ സാധാരണ നിയമങ്ങൾക്കുപരിയായിട്ട് വിശേഷധർമ്മങ്ങളുണ്ട്. അതെന്താണ് ഈ വിശേഷധർമ്മം? വെച്ചാൽ പറയാണ്, അയം ഹി ഹൃതനിർവേശോ ജന്മകോട്യം ഹംഹസാമപി യത് വ്യാജകാരവിവശോ നാമ സ്വസ്ത്യയനം ഹരേഹേ. നിങ്ങൾ കേട്ടിട്ടില്ലേ, പാപം ചെയ്തു കഴിഞ്ഞാൽ പ്രായശ്ചിത്തം ചെയ്തവരെ എന്ത് ചെയ്യരുത്? നരകാദികളിൽ കൊണ്ടുപോകരുതെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, അത് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ നിയമം ഇവിടെ അപ്ലിക്കബിൾ അല്ല. എന്തേ? ഇയാൾ യാതൊരു പ്രായശ്ചിത്തവും ചെയ്തിട്ടില്ല. എന്ത് പ്രായശ്ചിത്തം ചെയ്തിട്ടില്ല? ഒരു പ്രായശ്ചിത്തവും ചെയ്തിട്ടില്ല. അങ്ങനെ പ്രായശ്ചിത്തമൊന്നും ചെയ്യാത്തവനായ ഇവനെ, അല്ലേ, ഞങ്ങൾ കൊണ്ടുപോകുന്നത് എന്താ കുഴപ്പം? അയ്യോ, നിങ്ങൾക്കറിയില്ലേ എന്താണ് ഏറ്റവും വലിയ സ്വസ്ത്യയനം, ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്താ? ഒരു ജീവനെ സമ്പൂർണമായി ശുദ്ധമാക്കുന്നത് എന്താ? അത് വ്യാജഹാര വിവശോ നാമ. 1000 ജന്മങ്ങളിലെ പാപമില്ലാതാക്കി ശുദ്ധീകരിക്കുന്നതാണ് എന്ത്? ശ്രീ ഭഗവാന്റെ നാമം. അതും മരണസമയത്ത് വിവശനായി വേറെ ഒരു ആശ്രയവുമില്ല എന്ന് കണ്ടുകൊണ്ട് ആരാണോ ശ്രീ ഭഗവാന്റെ നാമം ജപിക്കുന്നത് അതിലപ്പുറത്തുള്ളൊരു പ്രായശ്ചിത്തമില്ല. ഭഗവാന്റെ നാമത്തേക്കാൾ ഉയർന്ന് ഒരു ശുദ്ധീകരണത്തിനൊരു വസ്തുവുമില്ല തന്നെ. അല്ലയോ മൃത്യുദൂതന്മാരെ, ഏതേനൈവ ഹ്യഘോനോസ്യ കൃതം സ്യാദതിനിഷ്കൃതാം യഥാ നാരായണായേതി ജഗാദ ചതുരക്ഷരം. ഇവനെന്ത് ചെയ്തു? തൻ്റെ ആ മരണസമയത്ത് 4 അക്ഷരങ്ങളെ ജപിച്ചു. നാരായണ 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 എന്ന് ഉറക്കെ പറഞ്ഞോ? കേട്ടുവോ? അത് കേട്ടു. ആ 4 അക്ഷരങ്ങൾ ശ്രീ ഭഗവാന്റെ ഈ നാമങ്ങൾ, ഇതിനപ്പുറത്തായിട്ട് വേറെ എന്ത് സുസ്ഥേനമാണുള്ളത്? വേറെ എന്തു പ്രായശ്ചിത്തമാണുള്ളത്? അല്ലേ? സർവേഷാമപ്യഗവതാമിതമേവ സുനിഷ്കൃതം നാമവ്യാഹരണം വിഷ്ണോർ യതസ്തദ് വിഷയാമതി. മനസ്സ് ഭഗവാനിലുറപ്പിച്ചുകൊണ്ട് ശ്രീ ഭഗവാന്റെ നാമം ജപിക്കുന്നതിലപ്പുറത്തായിട്ട് വേറെ ഒരു വിധത്തിലുള്ള പ്രായശ്ചിത്തവും ഇല്ല. അതുകൊണ്ട് അല്ലയോ യമദൂതന്മാരെ, നിങ്ങൾ എന്തു ചെയ്യരുത്? ഇവനെ കെട്ടിവലിച്ചു കൊണ്ടുപോകരുത്. എന്തുകൊണ്ട്? സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശ്രീ ഭഗവാന്റെ നാമത്തെ ഇയാൾ ജപിച്ചു. അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇയാൾ ജപിച്ചത് ഭഗവാന്റെ നാമമൊന്നുമല്ല. ഇയാൾ എന്തു ചെയ്യുക ചെയ്തത്? തൻ്റെ മകനെ വിളിക്കുക ചെയ്തത്. ഞങ്ങളെ യമദൂതന്മാരെ കണ്ട് പേടിച്ചതായ ഈ മനുഷ്യൻ ഇയാൾ എന്താ ചെയ്തത്? എൻ്റെ മകനെ എന്നാണ് വിളിച്ചത്. നാരായണ എന്നുള്ളത് അയാളുടെ പേരായി പോയെന്നേ ഉള്ളൂ. ഭഗവാനെ വിളിച്ചതല്ല, തൻ്റെ മകനെ വിളിച്ചതാണ്. ആ ഭഗവാന്റെ പേര് നാരായണൻ എന്ന് വന്നുപോയി എന്നേ ഉള്ളൂ. പറയണേ, അങ്ങനെയല്ല. എന്താണ്? സാങ്കേത്യം പാരിഹാസ്യം വ സ്തോഭം ഹേളനമേവ വ വൈകുണ്ഠനാമഗ്രഹണമശേഷാഘരം വിദുഹു. ഭഗവാന്റെ നാമം അത് എങ്ങനെ കളിയായാലും, അല്ലേ, വെറുതെ തമാശയായിട്ട് പറഞ്ഞാൽ പോലും, ഏതു വിധത്തിൽ പറഞ്ഞാലും ശ്രീ ഭഗവാന്റെ നാമം ജപിച്ചോ, അവൻ്റെ എല്ലാ പാപങ്ങളും ഇല്ലാതായിത്തീരും. അല്ലേ? പറയാണ് സാങ്കേത്യം. ഒരു സംഗതിയിൽ ചില തൻ്റെ പുത്രന്മാർക്കോ പൗത്രന്മാർക്കോ മക്കൾക്കോ മരുമക്കൾക്കോ ഒക്കെയുള്ള പേരായിട്ട് വിളിച്ചോളൂ. അപ്പോഴും ഭഗവാൻ നാമമാണ്. ഭഗവത് നാമത്തിനൊരിക്കലും ക്ലേശമുണ്ടാവുകയില്ല, ലോഭമുണ്ടാവുകയില്ല, നാശമുണ്ടാവുകയില്ല. വെറുതെ ഒരാളുടെ പേരായിട്ട് വിളിച്ചാലും പാരിഹാസ്യം, നിങ്ങളുടെ നാരായണൻ, ഇതേതൊരു നാരായണനാണ് എന്ന് ഭഗവാനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞാലും, സ്തോഭം,
അല്ലേ? പാട്ടൊക്കെ പാടുന്നതിനിടയ്ക്ക് നാരായണായ നമ നാരായണായ നമ വെറുതെ പാടുക, നാരായണ എന്നുള്ള ചിന്തയില്ല, എന്തൊക്കെയോ പാടുന്നു. അപ്പോൾ അതിനിടയ്ക്ക് എന്ത് ചെയ്യണം? ആ രാഗവിസ്താരം ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടി നാരായണ നാരായണ എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ ആയിക്കോട്ടെ. സ്തോഭമാകട്ടെ, ഹേളനം അവജ്ഞയോടുകൂടി ആവട്ടെ, നിങ്ങളുടെ മനസ്സിലെ ഏത് വിധത്തിലുള്ളതായ ഭാവത്തോടുകൂടിയാകട്ടെ ശ്രീ ഭഗവാന്റെ നാമം ജപിക്കുന്നത്. എങ്ങനെ ജപിച്ചാലും വൈകുണ്ഠ നാമഗ്രഹണം അശേഷ അഘഹരം വിദുഹു. ഒരു കാര്യം മനസ്സിലാക്കണം, ഭഗവാന്റെ നാമം ജപിച്ചോ അവൻ്റെ പാപമില്ലാതാവും. അത് ഏത് രീതിയിലാകട്ടെ. പതിതസ്ഖലിതോ ഭഗ്ന സന്തഷ്ടസ്തപ ആഹത ഹരിരിത്യവശേനാഹ പുന്മാൻ നാർഹതിയാതനാം. ചിലപ്പോൾ നമ്മൾ തെന്നി വീഴുമ്പോഴാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വീഴുമ്പോൾ കാലടിക്കുമ്പോൾ, അല്ലെങ്കിൽ അല്ല വല്ല പാമ്പോ ചേരയോ അല്ല പിന്നെ കൊതുകൊക്കെ കുത്തുമ്പോൾ ഹരേ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊക്കെ പറഞ്ഞാൽ അതും ഭഗവാനെ വിളിച്ചിട്ടൊന്നുമല്ല, അങ്ങനെ നമ്മുടെ നാക്കിൽ നിന്ന് അങ്ങനെ വന്നു പോകുന്നതാണ്. അതുപോലും, അതായത് ചിന്തിക്കാതെ പോലും ഭഗവാന്റെ നാമം ജപിച്ചാൽ അവൻ്റെ യാതന പോലും ഇല്ലാതായിത്തീരും. ലോകത്ത് ശ്രീ ഭഗവാന്റെ നാമഗ്രഹണത്തിനപ്പുറമായിട്ട് വേറൊരു വിധത്തിലുള്ളതായ പ്രായശ്ചിത്തങ്ങളുമില്ല. അതും വിശേഷിച്ച് കലിയുഗത്തിൽ ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലൗ നാസ്തിയേവ 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 അന്യഥാഗതി. കലിയുഗത്തിൽ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും വസ്തുക്കളും ഒക്കെ അശുദ്ധമാണ്. ഈ അശുദ്ധമായിരിക്കുന്ന ശരീരം കൊണ്ടും വസ്തുക്കളെ കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ യാഗയജ്ഞാദികൾ ചെയ്യാനോ ധ്യാനിക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഈ കലിയുഗത്തിൽ എന്തേ ഒരു വഴിയുള്ളൂ? ശ്രീ ഭഗവാന്റെ നാമങ്ങളെ ശ്രദ്ധയോടുകൂടി ജപിക്കുക. ആ ഭഗവാന്റെ നാമങ്ങളെ ശ്രദ്ധയോടുകൂടി ജപിക്കുന്ന ഒരാൾക്ക് അയാളുടെ സകലവിധ പാപങ്ങളുമില്ലാതായി അവന് സകലവിധങ്ങളായിരിക്കുന്ന അനുഗ്രഹങ്ങളും ഉണ്ടാകും. ഇത് സത്യമാകുന്നു. ഇതാണ് യാഥാർത്ഥ്യം. അജ്ഞാനാദവാജ്ഞാനാത് ഉത്തമശ്ലോകനാമയത് സങ്കീർത്തിതമഘം പുംസാം ദഹേദ് ഏധോ യഥാനലഃ. നോക്കൂ, നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഇവിടെ എന്തോ ഇങ്ങനെ കണ്ടു, തൊട്ടു നോക്കി, അയ്യോ കൈപൊള്ളി, എന്താ ചൂടായിരിക്കുകയായിരുന്നു പാത്രം. പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, പാത്രം ചൂടായിരിക്കുക എന്ന് അറിഞ്ഞുകൊണ്ടല്ല തൊട്ടത്. അറിഞ്ഞുകൊണ്ട് തൊട്ടാലും അറിഞ്ഞുകൊണ്ട് തൊട്ടില്ലെങ്കിൽ അറിയാതെ തൊട്ടാലും എന്ത് ചെയ്യും? തീ പൊള്ളിക്കും, ഇല്ലേ? അതുമാതിരി ശ്രീ ഭഗവാന്റെ നാമം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാലും അറിയാതെ പറഞ്ഞാലും അത് നമ്മുടെ പാപങ്ങളില്ലാതാക്കുന്നതാണ്, അല്ലേ? യഥാഗതം ഉദാഹരണം പറയാണ്, നമുക്ക് വലിയൊരു അസുഖം. ഒരിക്കൽ ഒരു കഥയാണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഒരാൾക്ക് വലിയതായിരിക്കുന്ന ഒരു അസുഖം ഉണ്ടായി. അപ്പോൾ വൈദ്യനോടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെ അസുഖമുണ്ട്, എന്താ ചെയ്യുക? പല പല മരുന്ന് കഴിച്ചിട്ടും ഒരു രക്ഷയില്ല, എന്താ ചെയ്യുക? ആ പറഞ്ഞു, ഇതിനൊരു മരുന്നേ ഉള്ളൂ. അതെന്താ? അത് പെരുമ്പാമ്പിൻ്റെ നെയ്യ് സേവിക്കുക. പെരുമ്പാമ്പിൻ്റെ നെയ്യ് സേവിച്ചാൽ മാത്രമേ ഈ അസുഖം മാറുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഈ പെരുമ്പാമ്പിൻ്റെ നെയ്യ് സേവിക്കുന്നതിനെക്കാട്ടും നല്ലത് മരിക്കുന്നതാ. അത് ചെയ്യില്ല. അപ്പോഴാണ് ചമ്രവട്ടത്ത് ശാസ്താവുണ്ട്, ശാസ്താവിനെ സേവിച്ച് കുറച്ച് കാലം ജീവിക്കുക, മരിച്ചാൽ മരിക്കട്ടെ എന്ന് പോയി ചമ്രനാട്ടത്ത് ശാസ്താവിനെ സേവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്തു ചെയ്യും? ചമ്രവട്ട ശാസ്താവിനെ സേവിക്കും, ദിവസവും പോയി കുളിച്ചിട്ട് ആ നദിയിൽ നിന്നൊരു കുടന്ന വെള്ളം എടുത്ത് കുടിക്കും. അത് ഭഗവാന്റെ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തായി? ശരീരത്തിലെ അസുഖങ്ങളൊക്കെ മാറി. ആ എല്ലാ അസുഖങ്ങളും അതിൻ്റെ യാതൊരു വിധത്തിലുള്ള പാടുകളുമില്ലാതെ മാറി. അപ്പം നേരെ ചെന്ന് വൈദ്യരോട് പറഞ്ഞു, കണ്ടോ വൈദ്യരെ, ഞാനിതാ അല്ലേ എല്ലാം പറഞ്ഞു. ഓ, വളരെ നല്ല, തീർച്ചയായിട്ടും ഭഗവാന്റെ സ്മരണം കൊണ്ട് എന്താ ഇല്ലാതാവാത്തൊന്നുമില്ല. പക്ഷെ നമുക്കൊന്നും അവിടെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞു. എവിടെ? ചമ്രവട്ടത്ത്. ശരി, അവിടെ പോയി. അപ്പോൾ ഭാരതപ്പുഴയാണ്. കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ നടന്നു നോക്കിയപ്പോൾ എന്താ, കുറേ ദൂരെയായിട്ട് ഒരു പെരുമ്പാമ്പ് ചത്ത് അതിൻ്റെ ശരീരം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിനെ തട്ടിയിട്ടാണ് ഈ വെള്ളം വരുന്നത്. അപ്പോൾ ഇദ്ദേഹം വെള്ളം കുടിക്കുന്നതിൻ്റെ ഒപ്പം ചെയ്യുന്നുണ്ട്, ഒരു അരനാഴി അല്ലെങ്കിൽ കുറച്ച് ഒരു 4 സ്പൂൺ
ഇതിൻ്റെ നെയ്യ് സേവിക്കുന്നതിന് പകരം നിറയെ സേവിച്ചിട്ടുണ്ട്. അപ്പോൾ മരുന്ന് അറിഞ്ഞ് കഴിച്ചാലും അറിയാതെ കഴിച്ചാലും എന്തു ചെയ്യും? നമ്മുടെ അസുഖം മാറ്റും. അതുമാതിരി യഥാഗതം വീര്യതമമുപയുക്തം യദൃച്ഛയാ അജാനതോപ്യാത്മഗുണം കുര്യാൻ മന്ത്രോപ്യുദാഹൃത. അതുമാതിരി അറിഞ്ഞോ അറിയാതെയോ ശ്രീ ഭഗവാന്റെ നാമം ജപിച്ചാൽ, കളിയാക്കിയിട്ടോ കുറ്റം പറഞ്ഞുകൊണ്ടോ ഏതു വിധത്തിലും ഭഗവാന്റെ നാമം ജപിച്ചാൽ അതിൻ്റെ ഫലമായിരിക്കുന്ന പാപനിവൃത്തി ഉണ്ടാവുക ചെയ്യുക തന്നെ ചെയ്യും എന്ന് ഇത് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഈ യമദൂതന്മാർക്കൊക്കെ വിശ്വാസമായി. അവരെ നമസ്കരിച്ചു. ഞങ്ങൾക്ക് പറ്റിയതായിരിക്കുന്ന തെറ്റ് ശ്രമിക്കണം എന്ന് പറഞ്ഞ് അവർ പോയി കഴിഞ്ഞപ്പോൾ അത് നേരെ പോയി യമരാജാവിനോട് പറഞ്ഞു. യമരാജാവും പറഞ്ഞു, അതേ ആരെങ്കിലും ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ അവിടത്തേക്കൊന്നും പോയേക്കരുത് കേട്ടോ എന്നൊക്കെ യമരാജാവ് അവരെ ആശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അജാമിളന് വന്ദേ ശിരസാ വിഷ്ണു കിങ്കരാൻ ദർശനോത്സവ. അപ്പോഴാണ് ഈ യമദൂതന്മാരുടെ കാലപാശമൊക്കെ പൊട്ടിയപ്പോഴാണ് മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ 4 പേരെ കണ്ടു. ഉടനെ അവരെ നമസ്കരിച്ചു. പൂർവ്വജന്മത്തിലെ മുൻപുണ്ടായിരുന്നതായിരുന്ന സംസ്കാരം അനുസരിച്ചിട്ട് ആ വിഷ്ണു കിങ്കരാൻ ദർശനാത് അവരെ കണ്ടിട്ട് നമസ്കരിച്ചു. തം വിവക്ഷുഭി. ഇയാൾക്ക് ബോധം വന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി. 4 യമദൂതന്മാരും എന്ത് ചെയ്തു? അവിടെ നിന്ന് അപ്രത്യക്ഷരായി. പക്ഷേ അജാമിളൻ എന്ത് ചെയ്തിരുന്നു? ഈ കഥ, ഇവർ തമ്മിലുള്ള സംവാദം, യമദൂതന്മാരും ഈ വിഷ്ണുവിൻ്റെ പാർഷദന്മാരും തമ്മിലുള്ള സംവാദം, ഇതൊക്കെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു. ആര്? അജാമിളൻ അല്ലേ? അജാമിളോപ്യധാകർണ്യദൂതാനാം യമകൃഷ്ണയോ ധർമ്മം ഭാഗവതം ശുദ്ധം ത്രൈവിദ്യം ച ഗുണാശ്രയം. ഈ കഥ എല്ലാം കേട്ടിട്ട് ഭഗവാന്റെ നാമത്തിൻ്റെ മഹാത്മ്യം കണ്ടുകൊണ്ട് താൻ അറിയാതെ തൻ്റെ മകനെ വിളിച്ചത് നാരായണ എന്നായതുകൊണ്ട് തന്നെ തനിക്കുണ്ടാകാൻ പോകുന്നതായ വലിയ നരകയാതനകളിൽ നിന്ന് വിഷ്ണു പാർഷദന്മാർ തന്നെ രക്ഷിച്ചല്ലോ എന്നുള്ള ഈ കഥകളെല്ലാം കേട്ട് അവർ തമ്മിലുള്ള സംവാദങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഭക്തിമാൻ ഭഗവത്യാശു മാഹാത്മ്യശ്രവണാധരേ അനുതാപോ മഹാനാസീത് സ്മരതോ അശുഭമാത്മന. ഇവനെയൊക്കെ കേട്ടിട്ട് അയാളുടെ മനസ്സിൽ ഭഗവാനോട് വലിയതായ ഭക്തിയുണ്ടായി. എന്തുകൊണ്ട്? തൻ്റെ മരണം മുന്നിൽ കാണുക, ആ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുക തനിക്കുണ്ടായതായ വലിയ ആപത്തിൽ നിന്ന് മരിച്ചാൽ മാത്രമല്ല, ഇനി പോവാൻ പോകുന്നതായ നരകങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതായ ഒരാളെ അതിൽ നിന്ന് എന്നെ രക്ഷിച്ചല്ലോ ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് വലിയ ഭക്തിയുണ്ടായി. മാത്രമല്ല അനുതാപോ മഹാനാസീത്, വലിയതായ പ്രായശ്ചിത്തം ഉണ്ടായി. അയ്യോ, എൻ്റെ ജന്മം ഞാനൊരു ഉത്തമ ബ്രാഹ്മണനായി ജനിച്ച് വേദം പഠിച്ച് വേദകർമ്മങ്ങളെ അനുഷ്ഠിച്ച് ധർമ്മപത്നിയെ വേട്ട് വിവിധങ്ങളായിരിക്കുന്ന ആശ്രമങ്ങളെ ഗാർഹസ്ഥ്യത്തെ വേണ്ടവണ്ണം നിഷേധിച്ചു കൊണ്ടിരിക്കുന്നവനായ ഞാൻ കാമത്തിൻ്റെ പടിയിൽപ്പെട്ട് ഇപ്രകാരം ദുഷ്ടയായിരിക്കുന്ന ഒരു വേശ്യയോടൊപ്പം ജീവിച്ച് പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ച് ചെയ്യരുതാത്തതായ എല്ലാ കർമ്മങ്ങളും ചെയ്ത് എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയെയും എൻ്റെ ധർമ്മപത്നിയെയും എൻ്റെ കുലത്തെയും എൻ്റെ ആചാരത്തെയും ഒക്കെ അവഹേളിച്ച് ഞാൻ ജീവിക്കാനിടയായല്ലോ ഭഗവാനെ. ഭഗവാൻ എനിക്ക് ഇത്രയും ശുദ്ധമായൊരു ജന്മം തന്ന് ഞാൻ ഇപ്രകാരമുള്ള മ്ലേച്ഛമായ കർമ്മങ്ങളെ ചെയ്യാനിടയായല്ലോ ഭഗവാനെ. ഇങ്ങനെയുള്ള സകല പാപങ്ങളും ഞാൻ ചെയ്തിട്ടും എൻ്റെ പുത്രനെ നാരായണ എന്ന് പേരിടാനുള്ള ഒരു ബുദ്ധി അവിടുന്ന് തന്നല്ലോ ഭഗവാനെ. ആ മരണസമയത്ത് യമകിങ്കരന്മാരെ കണ്ടു പേടിച്ചതായ എൻ്റെ മനസ്സിൽ നാരായണ എന്ന് വിളിപ്പിക്കാനിടയായല്ലോ. വേറെ ഏതെങ്കിലും മക്കളുടെ പേര് ഷിബു കിബു കിബു കിച്ചു എന്നൊക്കെ ആയിരുന്നെങ്കിൽ അവരെയൊക്കെ വിളിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു ഗതി? അങ്ങനെ വിളിക്കാണ്ടേ ഈ നാരായണ എന്ന് തന്നെ വിളിപ്പിച്ചല്ലോ ഭഗവാനെ. ഇതെല്ലാം അവിടുത്തെ അഥാപിമേ ദുർഭഗസ്യ വിബുധോർണാത്മദർശനേ ഭവിതവ്യം മംഗളേന ഏനാത്മാമേ പ്രസീദതി. എന്തോ ജന്മത്തിൽ ഞാൻ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട്. ആ പുണ്യം കൊണ്ടാണ് എനിക്ക് ഈ സമയത്ത് ശ്രീ ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിച്ചത്. ക്വചാഹം കിതവ പാപോ ബ്രഹ്മഗ്നോ നിരപത്രപ. ആരാ ഞാൻ?
സകലവിധ പാപങ്ങളും ചെയ്ത് ബ്രാഹ്മണ്യത്തെ ഇല്ലാതാക്കിയവനായിരിക്കുന്ന മഹാപാപിയായ ഞാൻ ക്വച്ച് നാരായണേത്യേവത് ഭഗവൻ നാമമംഗളം. എവിടെയാണ് ശ്രീ ഭഗവാന്റെ എല്ലാവിധ മംഗളങ്ങളും നൽകുന്നതായ ഭഗവാന്റെ നാമം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എങ്കിലും എന്തോ പുണ്യം കൊണ്ട് എനിക്ക് ആ അവസാന സമയത്ത് നാരായണ എന്ന് ജപിക്കാൻ, എൻ്റെ മകൻ്റെ പേരായിട്ടെങ്കിലും ജപിക്കാൻ എനിക്ക് സാധിച്ചല്ലോ ഭഗവാനെ. ഇനി ഞാൻ എന്തു ചെയ്യും? ഇനി എത്ര കാലമുണ്ട് എനിക്കെന്നറിയില്ല. എന്തു ചെയ്യും ഞാനിനി? സോഹം തദാ യതിഷ്യാമി യതചേന്ദ്രിയാനിലഹ യഥാ ന ഭൂയാത്മാനം അന്ധേ തമസി മജ്ജയേ. ഞാനിനി എന്തു ചെയ്യില്ല? ഞാനിനി എന്നെ വീണ്ടും ഈ അന്ധകൂപത്തിൽ, ഈ തമസ്സിൽപ്പെടുത്തി കഷ്ടപ്പെടുത്തില്ല. ഞാനിനി ശ്രീ ഭഗവാന്റെ നാമങ്ങളെ ജപിച്ചുകൊണ്ട് എനിക്ക് നൽകിയതായിരിക്കുന്ന ഒരു ചാൻസാണല്ലേ, എനിക്ക് നൽകിയതായ ഒരു അവസരം, ഈ അവസരത്തെ വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്തു ചെയ്യും? എൻ്റെ ജന്മത്തെ മോചയെ ഗ്രസ്തമാത്മാനം, ഈ പലവിധങ്ങളായിരിക്കുന്ന പാപങ്ങളിൽ മുഴുകിയിരിക്കുന്നതായ എൻ്റെ മനസ്സിനെ ഞാൻ തീർച്ചയായിട്ടും രക്ഷിക്കും. മമാഹമിരിദേഹാദോ ഹിത്വാമിത്യാർത്ഥധീർമിതം ധാമ്യേ മനോ ഭഗവതി ശുദ്ധം തത്കീർത്തനാദിഭി. ഞാൻ എന്തു ചെയ്യും? എൻ്റെ മനസ്സിലുള്ളതായ ശരീരമനോബുദ്ധികളിൽ ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കാനായി ശ്രീ ഭഗവാന്റെ നാമത്തെ ജപിച്ചുകൊണ്ട് ശ്രവണം, കീർത്തനം, വിഷ്ണോസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം മുതലായിട്ടുള്ള സകല ഭക്തിയുടേതായ വഴികളെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ എന്തു ചെയ്യും? ശ്രീ ഭഗവാനെ തന്നെ സ്മരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ശ്രദ്ധിച്ചു, അയാൾ സകല വയസ്സ് 88 വയസ്സായി. എങ്കിലും തൻ്റെ സകലവിധ ബന്ധനങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് അയാൾ നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ട് ഹരിദ്വാരത്തിലേക്ക് നടന്നു എന്നാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും നാരായണ എന്ന് ജപിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും അയാളുടെ മനസ്സിന് ശുദ്ധിയുണ്ടായി. ഓരോ പ്രാവശ്യവും നാരായണ നാരായണ എന്ന് ജപിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ശ്രീ ഭഗവാന്റെ രൂപം അല്ലേ, ആകെ പലപ്പോഴും ഉണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ക്ലാവ് പിടിച്ച് വിഗ്രഹങ്ങൾ അല്ലേ. ആ ക്ലാവ് പിടിച്ച് കണ്ടാൽ തന്നെ എന്തോ ഒരു പോലെ ഇരിക്കും. പക്ഷെ ഓരോ പ്രാവശ്യവും ഉരയ്ക്കുമ്പോൾ എപ്രകാരമാണോ ആ ക്ലാവ് പിടിച്ച വിഗ്രഹം അങ്ങനെ തെളിഞ്ഞ് വരുന്നത്, അതുമാതിരി ഓരോ പ്രാവശ്യവും നാരായണ നാരായണ എന്ന് ജപിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ശ്രീ ഭഗവാന്റെ രൂപം അങ്ങനെ തെളിഞ്ഞു വന്നു. അവസാനം ആ ഹരിദ്വാരത്തിലെത്തി തൻ്റെ ജീവിതത്തിൽ ആ താൻ ചെയ്തു പോയതായ സകല പാപങ്ങളെയും ആ ഗംഗാസ്നാനത്തിൽ ചെയ്ത് ഒഴുക്കി തൻ്റെ മനസ്സിനെ, ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ചു. യച്ഛേദ്വാങ് മനസി പ്രാജ്ഞ തദ് യച്ഛേത് ജ്ഞാനമാത്മനി ജ്ഞാനമഹതി മഹതി യച്ഛേത് തദ് യച്ഛേത് ശാന്ത ആത്മനി. പതുക്കെ മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചു, ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവലിച്ചു. ആ മനസ്സിനെ ബുദ്ധിയിലടങ്ങിയതായ മനസ്സിനെ ആ സമഷ്ടി മനസ്സിലടങ്ങിയതിനെ സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീമന്നാരായണനിലടക്കി ആ ശ്രീമന്നാരായണൻ്റെ അതിപവിത്രമായിരിക്കുന്ന രൂപത്തെ കണ്ടുകൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു? തൻ്റെ ശരീരത്തെ ഗംഗയിൽ ത്യജിച്ചു. ഹിത്വാ കളേവരം തീർത്തേ ഗംഗായാം ദർശനാദനു സദ്യസ്വരൂപം ജഗൃഹേ ഭഗവത് പാർശ്വവർത്തിനാം സാഹം വിഹായ സാ വിപ്രോ മഹാപുരുഷകിങ്കരൈ ഹൈമം വിമാനമാരുഹ്യയയോ യത്ര ശ്രിയഃപതി. അങ്ങനെ തൻ്റെ ശരീരം ത്യജിക്കുന്ന ആ സമയത്ത് തനിക്കിതെല്ലാം ഈ ഐശ്വര്യങ്ങളെ ഉണ്ടാക്കി തന്ന് തൻ്റെ ഗുരുസ്ഥാനീയരായിരിക്കുന്ന ആ 4 വിഷ്ണുപാർഷദന്മാരെ കാണാനിടയായി. ആ ശരീരം ത്യജിച്ചപ്പോൾ അവരെ പോലെയുള്ള വിഷ്ണുപാർഷദന്മാരെ പോലെയുള്ളതായ ദിവ്യമായ രൂപത്തെ സ്വീകരിച്ച് ആ സ്വർണ്ണരഥത്തിലേറി അവിടുന്ന് സാക്ഷാൽ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ആരാണിവൻ? ദാസ്യാപതി. ലോകത്തിൽ ചെയ്യാൻ പാടില്ലാത്തതായ പാപങ്ങളെ മുഴുവൻ ചെയ്ത് പതിച്ചവനായിരിക്കുന്ന ഒരാൾ പോലും സദ്യോ വിമുക്തോ ഭഗവൻ നാമഗൃഹൻ. ഭഗവാന്റെ നാമത്തെ ഗ്രഹിച്ചതുകൊണ്ട് എന്ത് ചെയ്തു? അവന് പടിപടിയായിട്ടെങ്കിലും പാപങ്ങളിൽ നിന്ന് ഉയരാനും
ആ ഭഗവാനെ തന്നെ സ്മരിക്കുവാനും ഭഗവത് സാലോക്യത്തെ പ്രാപിക്കുവാനും സാധിച്ചു. അതുകൊണ്ട് നാദഃപരം കർമ്മ നിബന്ധ കൃന്ദനം മുമുക്ഷതാം തീർത്ഥപദാനുകീർത്തനാത് നയത് പുനഃകർമ്മസു സജ്ജതേ മനോ രജസ്തമോഭ്യാം കലിലം തതോന്യഥ. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ കലിയുഗത്തിൽ ശ്രീ ഭഗവാന്റെ നാമത്തെ ഭക്തിയോടുകൂടി ജപിക്കുക. അല്ലേ? ഈ കലിയുഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരേ ഒരു കൃത്യം ശ്രീമൻ നാരായണൻ്റെ, ശ്രീ ഭഗവാന്റെ നാമത്തെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ജപിക്കുക. അല്ലേ? ശ്രദ്ധയോടെ വസിക്കേണമേവരും. നമ്മൾ ഈ ലോകം എപ്പോഴാണ് നമുക്ക് ഈ അവസാന സമയം വരാൻ പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? മനസ്സിനെ വളരെ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാന്റെ നാമങ്ങളെ ജപിച്ചുകൊണ്ട് ജീവിക്കുക. ഏവം പരമം ഗുഹ്യമിതിഹാസമഖാപഹം ശൃണുയാ ശ്രദ്ധയാ യുക്തോ യശ്ച ഭക്ത്യാനുകീർത്തയ. നോക്കൂ, ഇങ്ങനെയുള്ള പാപിയായിട്ടുള്ളൊരു പുരുഷൻ പോലും അറിയാതെ ഭഗവാന്റെ നാമം ജപിച്ചിട്ട് ഇങ്ങനെ വലിയതായിട്ടുള്ളൊരു പരിവർത്തനം അയാൾക്കുണ്ടാവുമെങ്കിൽ യത്പുനഃകർമ്മസു സജ്ജതേ മനോ. അല്ലേ? ആരാണോ തൻ്റെ മനസ്സിനെ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ശ്രീ ഭഗവാന്റെ മനസ്സിൽ, ഭഗവാന്റെ പാദങ്ങളിൽ മനസ്സ് സമർപ്പിച്ച് ഭഗവൻ നാമത്തെ ജപിച്ചുകൊണ്ട് ആരാണോ ഭഗവാനെ ആരാധിക്കുന്നത്, അവർക്ക് തീർച്ചയായിട്ടും എന്തുണ്ടാവും? സകല പാപങ്ങളുമില്ലാതായി ശ്രീ ഭഗവാന്റെ സ്വരൂപം കണ്ട് ഭഗവാന്റെ ആ ധാമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ആരാണോ ഈ അജാമിളോപാഖ്യാനം എന്ന് പറയുന്നതായ ഈ ഭാഗത്തെ ശ്രദ്ധയാ ശൃണോതി, ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നത്, ഭക്ത്യാ അനുകീർത്തയേത്, കേൾക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെ പാടുകയും ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരാൾക്ക് നവൈസ നരകം യാതി നോക്ഷിതോ യമകിങ്കരൈ യദ്യപ്യമംഗളോ മർത്യോ വിഷ്ണുലോകേ മഹീയതേ. ഇത് കേട്ടാൽ അവർക്കൊരിക്കലും പാപമുണ്ടാവുകയില്ല, അവരുടെ പാപങ്ങളില്ലാതായി തീരും, അവരൊരിക്കലും യമകിങ്കരന്മാരെ ദർശിക്കേണ്ടതായി വരില്ല, അവർക്ക് നരകപാതമുണ്ടാവുകയില്ല. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? മ്രിയമാണോ ഹരേർനാമ ഗൃണൻ പുത്രോപചാരിതം അജാമിളോപ്യഗാധാമ കിം പുനഃ ശ്രദ്ധയാ ഗൃണൻ. ഇതൊന്നും വിചാരിക്കാതെ തൻ്റെ മകനെ നാരായണ എന്ന് വിളിച്ച് പേടിച്ച് വിളിച്ചതാണ് അയാൾ. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള ഊർധ്വഗതി ഉണ്ടായെങ്കിൽ നമ്മൾ ശ്രദ്ധയാ ഗൃണൻ, ശ്രീ ഭഗവാനിൽ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി സമർപ്പണത്തോടുകൂടി നമ്മൾ ചെയ്തതായ സകല പാപങ്ങളെയും ഇല്ലാതാക്കി നമ്മുടെ മനസ്സിലെ ശുദ്ധിയും ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ തരാനുള്ള ഏക ഔഷധമാണ് ശ്രീ ഭഗവാന്റെ നാമം എന്ന ഭാവത്തോടുകൂടി ജപിച്ചാൽ നമുക്ക് എന്താണ് കിട്ടാത്തത് എന്നാണ്. അല്ലേ? എല്ലാം. അത് ലൗകികമായിരിക്കുന്ന അഭിവൃദ്ധിയാകട്ടെ, മനസ്സിൻ്റെ ശാന്തിയാകട്ടെ, അവസാനം ശ്രീ ഭഗവാന്റെ നാമ, അല്ലേ, ഭഗവാന്റെ ആ രൂപദർശനമാകട്ടെ, ധാമഗമനമാകട്ടെ, എല്ലാം നമുക്ക് ശ്രീ ഭഗവാന്റെ നാമസ്മരണം കൊണ്ടും നാമജപം കൊണ്ടും കൈവരും. ഇത് സത്യം. വെറുതെ ഒന്നും കളിയായിട്ട് തമാശയായിട്ടല്ല പറഞ്ഞത്, ഇതാണ് സത്യം. ശ്രീ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലേ, എന്താ നമ്മൾ ചെയ്യേണ്ടത്? ശ്രീ ഭഗവാന്റെ നാമം ജപിക്കണം. അല്ലേ? അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം ഏറ്റവും ശ്രദ്ധയോടെ വസിക്കണമേ വരും. അല്ലേ? പുന്താനം പറയുന്നത് പോലെ ഭക്തിയോടുകൂടി പ്രേമത്തോടുകൂടി ശ്രീ ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ ഗുണങ്ങളെ ചിന്തിച്ച് ഭഗവാന്റെ മാഹാത്മ്യത്തെ സ്മരിച്ച് ഭഗവത് രൂപത്തെ ധ്യാനിച്ച് അവിടുത്തെ നാമങ്ങൾ ജപിച്ച് ആനന്ദത്തോടെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ നമുക്ക് കഴിയാനിടയാകണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ ജന്മം ധന്യധന്യമായി തീരും, നമ്മൾ അനുഗ്രഹീതരായിട്ട് തീരും. നമുക്ക് ശ്രീ ഭഗവാന്റെ നാമം സ്മരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരുമിച്ച് ജപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ
രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഇവിടെ വരാനും നിങ്ങളെപ്പോലെയുള്ള ഭക്തന്മാരെയൊക്കെ കാണാനും ഈ ദിവ്യമായ ശ്രീ മഹാഗണപതിയുടെ സന്നിധിയിൽ വരാനും ഒക്കെ സാധിച്ചത് ഇവിടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടാണ്. എല്ലാവർക്കും ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും സാഷ്ടാംഗ നമസ്കാരം. അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃതാസത്ര വേദിയിൽ വാക്കുകളെ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച സ്വാമി ശാരദാനന്ദ സരസ്വതി അദ്ദേഹത്തിന് മള്ളയൂരിൻ്റെ ഉപഹാരം ഇപ്പോൾ നൽകി അദ്ദേഹത്തിന് ആദരവ് പ്രകടിപ്പിക്കുകയാണ് തിരുമേനി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ